السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമളാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ റമളാനിന് വേണ്ടി നാം നടത്തേണ്ട മുന്നൊരുക്കത്തിൽപ്പെട്ടതാണ് നമ്മുടെ മനസ്സ്, ഹൃദയം അതിനെ ശുദ്ധീകരിക്കുക എന്നുള്ളത്. അതിന് നമ്മെ സഹായിക്കുന്ന ഒരു ചെറിയ ഗ്രന്ഥം ബഹുമാന്യ പണ്ഡിതൻ, ഇന്ന് ജീവിച്ചിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിലെ അഥവാ മസ്ജിദുൻ നബവിയിലെ മുദർരിസായ അഷേഖ് അബ്ദുർ റസാഖ് ഇബ്നു അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുമല്ലാഹ്, അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണം പിന്നീട് കിതാബ് രൂപത്തിലേക്ക് മാറ്റിയ ആ ഒരു കിതാബ് അവലംബിച്ചുകൊണ്ടാണ് അതിലെ സുപ്രധാനമായ 10 കാര്യങ്ങളാണ് എന്നോടെന്നതുപോലെ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാനുള്ളത്. അശ്റു ഖവായിദ് ഫി തസ്കിയത്തിൻ നഫ്സ് എന്നാണ് ആ കിതാബിൻ്റെ പേര്. അഥവാ മനസ്സ് ശുദ്ധീകരിക്കാൻ നമ്മെ സഹായിക്കുന്ന 10 അടിസ്ഥാനങ്ങൾ. സഹോദരങ്ങളെ, നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളെക്കാളും നാം ആദ്യം ശരിയാക്കേണ്ടത്, ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ മനസ്സാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ശംസിൽ അവൻ്റെ ഒരുപാട് സൃഷ്ടികളെക്കുറിച്ച് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അള്ളാഹു തആല സൂര്യനെ കുറിച്ച് പറഞ്ഞു, ചന്ദ്രനെ കുറിച്ച് പറഞ്ഞു, പകലിനെ കുറിച്ച്, രാത്രിയെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, ഇതിനെക്കുറിച്ചെല്ലാം അള്ളാഹു തആല പ്രതിപാദിച്ചുകൊണ്ട് മനുഷ്യ മനസ്സിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആരാണോ അതിനെ അഥവാ മനസ്സിനെ ശുദ്ധീകരിച്ചത്, പരിശുദ്ധപ്പെടുത്തിയത്, അവൻ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ. ആരാണോ അതിനെ കളങ്കപ്പെടുത്തിയത്, അതിനെ നശിപ്പിച്ചു കളഞ്ഞത്, അവൻ നാശമടയുകയും ചെയ്തിരിക്കുന്നു. സഹോദരങ്ങളെ, അല്ലാഹു തആല സക്കാഹ എന്ന് പറഞ്ഞല്ലോ, ശുദ്ധീകരിക്കുക, പരിശുദ്ധപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിയ സിയാദതു ഫിൽ ഖൈർ, നന്മകൾ വർദ്ധിപ്പിക്കുക, നന്മയിൽ വർധനവുണ്ടാവുക എന്നുള്ളതാണ്. അഥവാ മനസ്സ് നന്നാവുന്നിടത്താണ് ഒരു മനുഷ്യൻ്റെ വിജയം. മനസ്സിന് രോഗം ബാധിക്കാതെ ഖൽബ്, ഹൃദയം നന്നായാൽ ഒരാൾ നന്മകളിലേക്ക് മുന്നേറും, തീർച്ചയാണ്. എന്നാൽ ഒരാൾ അതിനെ കളങ്കപ്പെടുത്തി എന്ന് വിചാരിക്കുക, ഒരാൾ അതിനെ നശിപ്പിച്ചു എന്ന് വിചാരിക്കുക, എങ്കിൽ എല്ലാ തിന്മകളിലും അയാൾ അധപ്പതിക്കും. അതാണ് അള്ളാഹു പറഞ്ഞത്, വഖദ് ഖാബ മൻ ദസ്സാഹ. ആരാണോ അതിനെ
കളങ്കപ്പെടുത്തിയത്. അത്തദ്സിയ എന്ന് പറഞ്ഞാൽ ഹുവൽ ഇഖ്ഫാ, കുഴിച്ചുമൂടുക എന്നാണ് അർത്ഥം. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രയോഗം നോക്കൂ സഹോദരങ്ങളെ. മനസ്സിനെ കുഴിച്ചുമൂടുക എന്ന് പറഞ്ഞാൽ ആ മനസ്സിന് ബാധിക്കുന്ന രോഗങ്ങൾ കാരണത്താൽ ആ മനസ്സ് കുഴിച്ചുമൂടപ്പെട്ടതുപോലെ ആയിരിക്കും. നമുക്കറിയാം, ശരീരത്തിന് അവയവങ്ങൾക്ക് രോഗം ബാധിക്കാറുണ്ട്. ശരീരത്തിന് രോഗം ബാധിച്ചാൽ അതിൻ്റെ ഏറ്റവും അവസാനമെന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു പോകലാണ്, ഇഹലോകത്തെ ജീവിതം അവസാനിക്കും. എന്നാൽ ഹൃദയത്തിന് അതുപോലെ തന്നെ രോഗം ബാധിക്കും. ഹൃദയത്തിൻ്റെ രോഗമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഹലോകവും പരലോകവും നശിപ്പിക്കലാണ്. ഹൃദയത്തിന് രോഗം ബാധിച്ചാൽ കേവലം ദുനിയാവിൽ മാത്രമല്ല അതുകൊണ്ടുള്ള നഷ്ടം, മറിച്ച് അതുകൊണ്ട് പരലോകം നഷ്ടപ്പെടും. അതാണ് ഹൃദയത്തിൻ്റെ രോഗം കൊണ്ടുള്ള ഉപദ്രവം. ശരീരത്തിൻ്റെ രോഗം നമുക്ക് പ്രകടമാകും, കാണും, അറിയും, വേദനയുണ്ടാകും, പ്രയാസമുണ്ടാകും, ഉറക്കം നഷ്ടപ്പെടും, അങ്ങനെ കഷ്ടപ്പാടുകൾ ഉണ്ടാകും. എന്നാൽ സഹോദരങ്ങളെ, ഹൃദയത്തിന് രോഗമുണ്ടായാൽ അതിൻ്റെ വേദന അള്ളാഹു തൗഫീഖ് ചെയ്ത ആളുകൾക്കല്ലാതെ തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അതിൻ്റെ പ്രയാസം മനസ്സിലാവുകയില്ല. അതുകൊണ്ടാണ് ഹൃദയം കേടുവന്ന് അവസാനം അത് ചത്തുപോകും, മരിച്ചുപോകും. ആള് ഹയാത്തുണ്ടാകും, ആള് ഭൂമിയിലൂടെ നടക്കുന്നുണ്ടാകും, പക്ഷെ യഥാർത്ഥത്തിൽ അയാൾ മരിച്ച് ജീവിക്കുന്നവനെ പോലെയാണ്. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നല്ല ഉയർന്ന ശുദ്ധിയുള്ള പരിശുദ്ധമായ ഒരു നഫ്സ്, ഒരു മനസ്സ് ഉന്നതമായ ശ്രേഷ്ഠകരമായ കാര്യങ്ങൾ മാത്രമേ തൃപ്തിപ്പെടുകയുള്ളൂ. എന്നാൽ കളങ്കപ്പെട്ടുപോയ ഹൃദയമെന്ന് പറഞ്ഞാൽ തിന്മകൾ, പാപങ്ങൾ, വൃത്തികേടുകൾ, അതാണ് അതിന് ഇഷ്ടമുണ്ടാവുക. അതുകൊണ്ട് പറഞ്ഞതിൻ്റെ ചുരുക്കം ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നഫ്സിനോട്, മനസ്സിനോട്, ശരീരത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമുക്ക് ബാധ്യതയുണ്ട്. വ ഇന്ന ലിനഫ്സിക അലൈക ഹഖൻ, തീർച്ചയായും നിന്റെ നഫ്സിനോട്, നിന്റെ ശരീരത്തോട്, നിന്റെ മനസ്സിനോട് നിനക്ക് ഹക്കുണ്ട്, ബാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുക, അതിനെ നന്നാക്കുക എന്നത് ബാധ്യതയുണ്ട്. അതിനങ്ങനെ കളങ്കപ്പെടാൻ, നശിക്കാൻ, നാശമടയാൻ വിട്ടുകൊടുക്കാൻ പാടുള്ളതല്ല. ഹൃദയം ശുദ്ധീകരിക്കാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്, ഓടി നടക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള 10 സുപ്രധാനമായ അടിസ്ഥാനങ്ങളാണ് പ്രിയമുള്ളവരെ ഈ കിതാബിൽ ഉള്ളത്. 10 കാര്യങ്ങളാണ്. എന്നാൽ ആ 10 കാര്യങ്ങൾ നമ്മൾ പാലിക്കുകയാണെങ്കിൽ, നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം, അവൻ്റെ തൗഫീഖിനാൽ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കും. തീർച്ചയാണ്, യാതൊരു സംശയവും അതിൽ വേണ്ടതില്ല. അൽ ഖാഇദത്തുൽ ഊല, ഒന്നാമത്തെ ഖാഇദ, ഒന്നാമത്തെ അടിസ്ഥാനം, അത്തൗഹീദു അസ്ലു മാ തസ്കു ബിഹി നുഫൂസ്. തൗഹീദാണ് മനസ്സുകൾ ശുദ്ധീകരിക്കാനുള്ള ഒന്നാമത്തെ അടിസ്ഥാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് യാഥാർത്ഥ്യവൽക്കരിക്കാനാണ് നമ്മെ സൃഷ്ടിച്ചത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗങ്ങളെയും മനുഷ്യരെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന ആ വാക്കിനെ മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം വിശദീകരിച്ചു. തഫ്സീറുകളിൽ നമുക്ക് കാണാം, ഇല്ലാ ലിയുവഹിദൂൻ. യഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ യുവഹിദൂൻ എന്നാണ് അർത്ഥം. അഥവാ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത്. ആരാധന എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ ഏകനാക്കലാണ്. എന്താണ് സഹോദരങ്ങളെ ഏകനാക്കുക എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുക,
അത് ജീവിതത്തിൽ നടപ്പിലാക്കുക എന്നതാണ് തൗഹീദ് കൊണ്ടുള്ള വിവക്ഷ. വഹദ യുവഹിദു, നമുക്കറിയാം വാഹിദ് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നാണ്, അഹദ് ഒറ്റ, അതിൽ നിന്നാണ് തൗഹീദ് വന്നിട്ടുള്ളത്, ആ വാക്ക് വന്നിട്ടുള്ളത്. അഥവാ അള്ളാഹുവിനെ ഏകനാക്കണം. എങ്ങനെ ഏകനാക്കണം? അള്ളാഹു അതാ സൂറത്തു മറിയമിൽ വളരെ മനോഹരമായി അത് വിശദീകരിച്ചിട്ടുണ്ട്. റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയാ. അള്ളാഹുവിനെ എങ്ങനെ ഏകനാക്കണം എന്ന് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അഥവാ റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, ആകാശഭൂമികളുടെയും അതിനിടയിലുള്ളതിൻ്റെയും എല്ലാം റബ്ബാകുന്നു അള്ളാഹു. അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ അള്ളാഹുവിനെ ഏകനാക്കണം. എന്താണ് റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ? റബ്ബ് എന്ന കാര്യത്തിൽ അള്ളാഹുവിനെ ഏകനാക്കണം. റബ്ബാവണമെങ്കിൽ സൃഷ്ടിക്കണം, നിയന്ത്രിക്കണം, ഉടമപ്പെടുത്തണം, ജീവിപ്പിക്കാനും മരിപ്പിക്കാനും ഒക്കെയുള്ള കഴിവുണ്ടാവണം. അത് അള്ളാഹുവിന് മാത്രമാണ്. ഒരു സൃഷ്ടിക്കും സൃഷ്ടിക്കാനുള്ള കഴിവില്ല. ഒരു സൃഷ്ടിക്കും സർവ്വതും നിയന്ത്രിക്കാനുള്ള കഴിവില്ല. ഒരു സൃഷ്ടിക്കും സർവ അധികാരവും ഇല്ല. ജീവൻ നൽകാനോ മരിപ്പിക്കാനോ ഒരു സൃഷ്ടിക്കും സാധിക്കുകയില്ല. അതിലെല്ലാം റബ്ബിനെ അള്ളാഹുവിനെ ഏകനാക്കണം. അതാണ് തൗഹീദിന്റെ ആദ്യത്തെ പടി. ഫഅബ്ദുഹു, റബ്ബായ ഈ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക. സൃഷ്ടിക്കാനും നിയന്ത്രിക്കാനും അധികാരപ്പെടുത്താനും ജീവിപ്പിക്കാനും മരിപ്പിക്കാനും ഒക്കെ കഴിവുള്ളവനായ ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. രണ്ടാമത്തെ കാര്യം അതാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഏകപ്പെടുത്തുന്ന രണ്ടാമത്തെ വിഷയം അതാണ്. ആരാധനയുടെ വിഷയത്തിൽ അള്ളാഹുവിനെ ഏകനാക്കണം. പ്രാർത്ഥന, നേർച്ച, ബലി, അറവ്, അതുപോലെയുള്ള ഏത് ഇബാദത്ത്, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ എല്ലാ ഇബാദത്തുകളും ആരാധനാ കർമ്മങ്ങളായി പഠിപ്പിക്കപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലെല്ലാം അള്ളാഹുവിനെ ഏകനാക്കണം. അത് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും വകവെച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. അള്ളാഹു അല്ലാത്ത ഒരാളോടും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. ആവലാതി ബോധിപ്പിക്കാനോ സങ്കടം പറയാനോ പ്രയാസങ്ങൾ പറയാനോ ദുഃഖഭാരം പറയാനോ ഒരു കാര്യത്തിനും അള്ളാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കാവതല്ല. ഖുൽ, പറയുക നബിയെ, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. അള്ളാഹു പ്രഖ്യാപിക്കാൻ പറഞ്ഞു നമ്മുടെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് പ്രഖ്യാപിക്കാൻ പറഞ്ഞത്? ഇന്ന സ്വലാത്തി, തീർച്ചയായും എൻ്റെ നിസ്കാരം, വനുസുക്കി, എൻ്റെ ബലികർമ്മം, മറ്റുള്ള എല്ലാ ആരാധന കർമ്മങ്ങളും, വമഹ്യായ വമമാതി, എൻ്റെ ജീവിതവും മരണവും, ലില്ലാഹ്, അള്ളാഹുവിനുള്ളതാണ്. ഏതല്ലാഹു? റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വ തആല. ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കുകാരുമില്ല. ഈ പറഞ്ഞ ഒരു വിഷയത്തിലും ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. ഒരാളെയും അള്ളാഹുവിന് സമനായി കൊണ്ടുവരികയില്ല. അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്തിൽ ഒരാളെയും കടത്തിക്കൊണ്ടുവരികയില്ല. വബിദാലിക ഉമിർതു, അതാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്നാമതായി ഒരടിമ കൽപ്പിക്കപ്പെട്ട കാര്യം ഇതാണ്. തൗഹീദ് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ആദ്യമായി ഒരടിമ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വാന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമനാണ് എന്ന് പ്രഖ്യാപിക്കുക നബിയേ. അല്ലാഹു തആല അവൻ്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കാൻ പറഞ്ഞു. അതിനെ തുടർന്ന് ഞാനും നിങ്ങളും പ്രഖ്യാപിക്കേണ്ട കാര്യമാണിത്. ഇബാദത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെ ഏകനാക്കുക. ഫസ്തബിർ ലിഇബാദതിഹി, എന്നിട്ട് ആ ഇബാദത്തിൽ ക്ഷമയോടെ നിലകൊള്ളുക. ഹൽ തഅലമു ലഹു സമീയ, അള്ളാഹുവിന് നാമമൊത്ത പേരൊത്ത ആരെങ്കിലും നിനക്കറിയുമോ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വിഷയം അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കണം. അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്. 99 നാമങ്ങൾ അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്.
അതല്ലാത്ത ഒരുപാട് നാമങ്ങൾ അള്ളാഹുവിനുണ്ട്, നമുക്കറിയാത്ത നാമങ്ങളുമുണ്ട്. ഹദീസുകളിൽ കാണാം. ആ നാമങ്ങൾ അള്ളാഹു അല്ലാത്ത ഒരാൾക്കും വകവെച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. അതിലെല്ലാം അള്ളാഹുവിനെ ഏകനാക്കണം. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുക എന്നുള്ളതാണ് തൗഹീദ് കൊണ്ടുള്ള വിവക്ഷ. ഈ തൗഹീദാണ് പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സ് നന്നാക്കാനുള്ള ഒന്നാമത്തെ കാരണം. ഇതിനാണ് അല്ലാഹു തആല സർവ്വ അമ്പിയാക്കളെയും പറഞ്ഞയച്ചത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അല്ലാഹു പറഞ്ഞു, ഓരോ സമുദായത്തിലേക്കും നാം റസൂലുമാരെ അയച്ചിട്ടുണ്ട്. എല്ലാ സമുദായത്തിലേക്കും റസൂലുമാർ, നബിമാർ കടന്നു വന്നിട്ടുണ്ട്. എന്താണ് ആ നബിമാർ ജനങ്ങളോട് പറഞ്ഞ പരമപ്രധാനമായ കാര്യം? അനിഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. താഗൂത്തുകളെ അഥവാ ദുർമൂർത്തികളെ, അല്ലാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്ന എല്ലാറ്റിനെയും നിങ്ങൾ ഉപേക്ഷിക്കുക. ഇതാണ് എല്ലാ നബിമാരും കടന്നു വന്ന് ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. യാ ഖൗമി അഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നബിമാരെ കുറിച്ച് പറയുകയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു ആദ്യമായി ലോകത്തേക്ക് പറഞ്ഞയച്ച റസൂലാണ്. സല്ലല്ലാഹു അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ നബിയും ആദം അലൈഹി സ്വലാത്തു വസ്സലാമാണ്. നബിയും റസൂലും തമ്മിൽ വ്യത്യാസമുണ്ട്. നബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വഹി ലഭിക്കുന്ന എല്ലാവരും നബിമാരാണ്. റസൂലുമാരെന്ന് പറഞ്ഞാൽ അള്ളാഹു ശിർക്കിനെതിരിലേക്ക് താക്കീതുമായി അയക്കുന്നവർക്കാണ് റസൂൽ എന്ന് പറയുക. ആദ്യത്തെ നബി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദ്യത്തെ റസൂൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. കാരണം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഇടയിൽ 10 തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, സൂറത്തുൽ ബഖറയിലെ കാന അന്നാസു ഉമ്മതൻ വാഹിദ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്, ജനങ്ങളെല്ലാവരും ഒരൊറ്റ സമുദായമായിരുന്നു, അഥവാ എല്ലാവരും മുസ്ലിമീങ്ങളായിരുന്നു, ഇസ്ലാമിലായിരുന്നു. പിന്നീട് അവർ ഭിന്നിച്ചു എന്ന് പറഞ്ഞാൽ ഷിർക്ക് ലോകത്തേക്ക് കടന്നു വന്നു. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയക്കുന്നത്. അള്ളാഹുവിൻ്റെ ആദ്യത്തെ റസൂൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതിനുശേഷം ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും പറഞ്ഞ വാക്കിതാണ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിൽ മക്കയിൽ ഇല്ലാത്ത തിന്മകൾ ഉണ്ടായിരുന്നില്ല. ചരിത്രം വായിച്ചാൽ നമുക്ക് കാണാം, എല്ലാ തിന്മകളും നടമാടിയിരുന്ന ഒരു സമൂഹത്തിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാമത്തെ വയസ്സിൽ നബിയായി കടന്നു വരുന്നത്. അവിടെ ഇല്ലാത്ത തിന്മകളില്ലായിരുന്നു. മദ്യവും വ്യഭിചാരവും മോഷണവും അതുപോലെയുള്ള എന്തൊക്കെ തിന്മകൾ ലോകത്തുണ്ടോ എല്ലാം ഉണ്ടായിരുന്നു. ചൂതാട്ടം എത്രത്തോളം ചരിത്രത്തിൽ കാണാം. കളിച്ച് അവസാനം കയ്യിൽ സമ്പത്ത് തീർന്നാൽ അവനവൻ്റെ ഭാര്യയെ വെച്ച് വരെ ചൂതാട്ടം നടത്തുമായിരുന്നു. അത്രയും ഒരു താഴ്ന്ന നിലവാരമില്ലാത്ത ഒരു സമുദായത്തിലേക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനായി കടന്നു വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞെന്താ? യാ അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, നിങ്ങൾ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് പറയൂ, നിങ്ങൾക്ക് വിജയിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം, ആദ്യമായി അല്ലാഹു തആല അവതരിപ്പിച്ച ആയത്തുകൾ സ്വർഗനരകങ്ങളെക്കുറിച്ചും അതുപോലെയുള്ള മുന്നറിയിപ്പുകളും താക്കീതുകളും അടങ്ങുന്ന ആയത്തുകളായിരുന്നു. ആദ്യമായി അവരോട് നിങ്ങൾ മദ്യപിക്കരുത് എന്ന് പറഞ്ഞൊരു ആയത്ത് അവതരിപ്പിക്കുകയാണ്. അതല്ലെങ്കിൽ നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നാണ് ആയത്ത് അവതരിപ്പിക്കുന്നത് എന്ന് വിചാരിക്കുക.
അവർ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ലായിരുന്നു. മറിച്ച് ആദ്യം 10 വർഷം അതല്ലെങ്കിൽ നീണ്ട 13 വർഷക്കാലം മക്കയിൽ അവതരിക്കപ്പെട്ട ആയത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാം തൗഹീദുമായി ബന്ധപ്പെട്ട ആയത്തുകളായിരുന്നു. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ, അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവാണ് ഇലാഹ്, ഇങ്ങനെ തുടങ്ങി തൗഹീദിൻ്റെ ആയത്തുകളായിരുന്നു മക്കയിൽ ഉടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. നിസ്കാരം വരെ നിർബന്ധമാക്കുന്നത് എപ്പോഴാണ്? ഹിജ്റയുടെ കുറച്ച് മുന്നേ ആണ്. ആദ്യകാലത്ത് ജനങ്ങളെ മുഴുവനും സംസ്കരിക്കാൻ, അവരെ ശുദ്ധീകരിക്കാൻ തൗഹീദാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായി അവർക്ക് മുന്നിൽ വെച്ചത്. അതാണ് ശൈഖ് ഇവിടെ സൂചിപ്പിച്ചത്. ഒന്നാമതായി സഹോദരങ്ങളെ, തൗഹീദ് അഥവാ അള്ളാഹുവിൻ്റെ ഏകത്വം കൊണ്ടല്ലാതെ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഒരാളെ കൊണ്ട് ആദ്യം നിസ്കരിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല, ഒരാളെ കൊണ്ട് ആദ്യം ദിക്ർ ചൊല്ലിച്ചത് കൊണ്ട് കാര്യമില്ല, ഒരാളെ കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല. കാരണം അതെല്ലാം സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്തു വേണം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അത് വേണം. അതില്ലാതെ എന്ത് കർമ്മങ്ങൾ ഒരാൾ ചെയ്താലും അയാളുടെ മനസ്സ് ശുദ്ധമായിട്ടില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അറിഞ്ഞ് പഠിച്ച് ആ റബ്ബിന് സ്വന്തത്തെ സമർപ്പിച്ചാൽ ഒരുവന്റെ ഹൃദയം ശുദ്ധിയായി. അതാണ് ഹൃദയം ശുദ്ധീകരിക്കാനുള്ള ഒന്നാമത്തെ മാനദണ്ഡം. റബ്ബിന് സമർപ്പിക്കുന്ന ഹൃദയമായിരിക്കണം. അള്ളാഹു അല്ലാത്തവരോടുള്ള ഹൃദയബന്ധം നമ്മുടെ ഹൃദയത്തെ കളങ്കപ്പെടുത്തും. അള്ളാഹു അല്ലാത്തവരുമായുള്ള ഹൃദയബന്ധം, ഒരു പ്രയാസം വന്നാൽ അള്ളാഹുവേ എന്ന് വിളിക്കുക മനസ്സിൻ്റെ ശുദ്ധിയാണ് അറിയിക്കുന്നത്. അള്ളാഹു അല്ലാത്ത സൃഷ്ടികളെ വിളിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ കളങ്കമുണ്ട്. പ്രാർത്ഥന, ഇബാദത്ത് അതുകൊണ്ടാണ് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞത്. സഹോദരങ്ങളെ, വിശദമായി നമ്മൾ പഠിക്കേണ്ട ഒരു അടിസ്ഥാനമാണിത്, തൗഹീദ്. ഇത് ആണ് നമ്മുടെ ഹൃദയം നന്നാക്കാനുള്ള ഒന്നാമത്തെ കാര്യം. ഹൃദയത്തിന് ബാധിക്കുന്ന ഏറ്റവും വലിയ രോഗത്തിൽപ്പെട്ടതാണ് ഇതിൻ്റെ നേർ വിപരീതമായ ശിർക്ക്. അല്ലാഹു തആല ഒരിക്കലും പൊറുക്കാത്ത പാപമാണത്. അങ്ങനെ ഗുരുതരമായ പാപമാണ് അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നുള്ളത്. അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകി, എന്നിട്ട് അള്ളാഹു അല്ലാത്തവരോട് നമ്മൾ പ്രാർത്ഥിക്കുക, അവന് അല്ലാത്ത ആളുകൾക്ക് നമ്മുടെ ആരാധനകൾ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നന്ദികേടാണ്. അതുകൊണ്ട് അത് ഒരാളിൽ സംഭവിച്ചാൽ അയാൾക്ക് സ്വർഗം ഹറാമാക്കപ്പെടും. സ്വർഗത്തിൻ്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിൻ്റെ താക്കോൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഈമാനിൻ്റെ ഏറ്റവും ഉയർന്ന ശാഖ അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഒരാൾ ഈ ദീനിലേക്ക് കടന്നു വരുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഷഹാദത്തിൻ്റെ ആദ്യ ഭാഗം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞ അടിസ്ഥാനം നമ്മൾ തിരിച്ചറിയുക. ഇതാണ് നമ്മുടെ മനസ്സ് നന്നാക്കാനുള്ള, ശുദ്ധീകരിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. ഇതൊരാൾക്ക് ലഭിച്ചാൽ അയാളുടെ മനസ്സ് അടിസ്ഥാനപരമായി ശുദ്ധിയായി, അടിസ്ഥാനപരമായി കളങ്കത്തിൽ നിന്നും മുക്തമായി. ഇതാണ് തൗഹീദ്. രണ്ടാമത്തെ അടിസ്ഥാനം അൽ ഖാഇദത്തു സാനിയ, രണ്ടാമത്തെ അടിസ്ഥാനം എന്നത് അദ്ദുആഉ മിഫ്താഹു സകാത്തിൻ നുഫൂസ്, പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, പ്രാർത്ഥിച്ച് നേടേണ്ട കാര്യമാണ് നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കേണ്ട കാര്യം. അള്ളാഹുവിനോട് നാം ചോദിച്ച് നേടേണ്ടതാണ്. അള്ളാഹു പറഞ്ഞില്ലേ, ലൈസ ശൈഉൻ അക്രമ അലല്ലാഹി തആല മിനദ് ദുആ, അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രാർത്ഥനയേക്കാൾ ആദരണീയമായ മറ്റൊരു കാര്യവുമില്ല. അദ്ദുആഉ ഹുവൽ ഇബാദ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുക, അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മുന്നിൽ
നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും റബ്ബിനോട് ദുആആയി പ്രാർത്ഥനയായി ബോധിപ്പിക്കുക എന്നത് ഇബാദത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞു, അദ്ദുആഉ മിഫ്താഹു കുല്ലി ഖൈർ, എല്ലാ നന്മയുടെയും താക്കോലാണ് ദുആ, പ്രാർത്ഥന. ആ പ്രാർത്ഥന സഹോദരങ്ങളെ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാനുള്ള ആയുധമാണ്. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബു ലക്കും, നിങ്ങൾ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ലോകത്ത് അല്ലാഹു അല്ലാത്ത ഒരു ആരാധിക്കപ്പെടുന്ന വസ്തുവും വ്യക്തിയും ഈ വാക്ക് പറഞ്ഞിട്ടില്ല, അവർക്ക് പറയാൻ സാധിക്കുകയില്ല. അള്ളാഹുവാണ് പറഞ്ഞത് അവൻ്റെ അടിമകളോട്, ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. വേറൊരാൾക്കും ഇത് പറയാൻ സാധിക്കുകയില്ല, കാരണം അവരെല്ലാവരും സൃഷ്ടികളാണ്. ഒരു സൃഷ്ടിക്കും മറ്റൊരു സൃഷ്ടിക്ക് ഉത്തരം നൽകാൻ സാധിക്കുകയില്ല. പ്രാർത്ഥന അതുകൊണ്ടാണ് റബ്ബിനോട് മാത്രം എന്ന് പറഞ്ഞത്. അള്ളാഹുവാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ, അള്ളാഹുവാണ് ഉത്തരം നൽകുന്നവൻ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് ബേജാറ് വേണം. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇന്നി ലാ അഹ്മിലു ഹമ്മൽ ഇജാബ, തീർച്ചയായും ഉത്തരം ലഭിക്കുമോ എന്ന ആവലാതി എനിക്കില്ല. വലാകിൻ ഹമ്മദ് ദുആ, പ്രാർത്ഥിക്കാനുള്ള തൗഫീഖ് കിട്ടുമോ എന്നാണ് എൻ്റെ ഭയം, എന്നാണ് എനിക്ക് ആവലാതിയുള്ളത്. ഫഇദാ ഉൽഹിംതു ദുആഅ ഫഇന്നൽ ഇജാബത മഅഹു, എനിക്ക് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് കിട്ടുകയാണെങ്കിൽ, എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഉത്തരം അതിൻ്റെ കൂടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഉത്തരം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥിക്കാനുള്ള തൗഫീഖ് നമുക്കുണ്ടോ എന്നാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചിട്ട് എത്ര ദിവസങ്ങളായി എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. റബ്ബിൻ്റെ മുന്നിൽ അള്ളാഹു തആല എല്ലാ രാത്രിയിലും ഭൂമിയോടടുത്ത ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് ചോദിക്കും, മൻ യദ്ഊനി ഫഅസ്തജീബ ലഹു, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ ഞാൻ അവന് ഉത്തരം നൽകാം. മൻ യസ്അലുനി ഫഉഅതിയഹു, ആരുണ്ട് എന്നോട് ചോദിക്കാൻ ഞാൻ അവന് നൽകാം. മൻ യസ്തഗ്ഫിറുനി, ആരുണ്ട് എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, ഫഅഗ്ഫിറ ലഹു, ഞാൻ അവന് പുറത്തു കൊടുക്കാം. എല്ലാ രാത്രികളിലും അള്ളാഹു ചോദിക്കുന്നു. കരങ്ങൾ ഉയർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നതാണ് സഹോദരങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ടത്. അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ട കരങ്ങൾ ശൂന്യമായി മടക്കുക എന്നത് അള്ളാഹു ലജ്ജിക്കുന്നു. കൈകൾ ഉയർത്തി, അതല്ലെങ്കിൽ അള്ളാഹുവിനോട് ഒരാൾ പ്രാർത്ഥിച്ചു എന്ന് വിചാരിക്കുക, അള്ളാഹു അത് ശൂന്യമായി മടക്കുകയില്ല, ഒന്നുമില്ലാതെ അള്ളാഹു മടക്കുകയില്ല. അള്ളാഹുവിലേക്ക് ഒരു പ്രാർത്ഥന ഉയർന്നുവോ മൂന്നാലൊരു രൂപത്തിൽ അള്ളാഹു അതിന് ഉത്തരം നൽകും. ഒന്നല്ലെങ്കിൽ വേഗത്തിൽ നൽകും, അതല്ലെങ്കിൽ അള്ളാഹു കുറച്ച് കഴിഞ്ഞിട്ട് നൽകും. ഇനി ദുനിയാവിൽ ഒരാൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ പരലോകത്ത് അതൊരു നന്മയായി അള്ളാഹു രേഖപ്പെടുത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യമാണ്. നിങ്ങൾ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഒരു മനുഷ്യൻ, ഒരു അടിമ ദൗർഭാഗ്യവാനായി പോവുകയില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, മഹാനായ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം കാലങ്ങളോളം അള്ളാഹുവിനോട് ദുആ ചെയ്തു ഒരു കുഞ്ഞിക്കാല് കാണാൻ, കുട്ടിയെ കിട്ടാഞ്ഞിട്ട് അദ്ദേഹം എന്താണ് ചെയ്തത് സഹോദരങ്ങളെ? ഒരു പടപ്പുകളിലേക്കും അദ്ദേഹം പോയിട്ടില്ല, ഒരു ഖബറിന്റെ അരികിലേക്കും അദ്ദേഹം പോയിട്ടില്ല, ഒരാളോടും അദ്ദേഹം ആവലാതി ബോധിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിനോട് അദ്ദേഹം ചോദിച്ചുകൊണ്ടേയിരുന്നു. എത്രത്തോളം? അദ്ദേഹത്തിൻ്റെ തല നരച്ചുപോയി, അദ്ദേഹത്തിൻ്റെ എല്ലുകൾക്ക് ക്ഷയം ബാധിച്ചു, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പ്രായമേറി. സൂറത്തു മറിയമിൽ അതിൻ്റെ തുടക്കത്തിൽ അള്ളാഹു അറിയിക്കുകയാണ്, കാലങ്ങളോളം, വർഷങ്ങളോളം ഒരു കുട്ടിയെ ചോദിച്ച്
അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്ന് അറിയുമോ സഹോദരങ്ങളെ? വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യ. അല്ലാഹുവേ, നിന്നോട് ദുആ ചെയ്തിട്ട് ഞാൻ ദൗർഭാഗ്യവാനായി പോയിട്ടില്ല. നമ്മളാണെങ്കിലോ 2 or 3 തവണ ചോദിച്ചാൽ പിന്നെ നമ്മളെ വാക്കെന്തായിരിക്കും? എത്ര കാലമായി അള്ളാഹിനോട് ചോദിക്കുന്നു, അപ്പുറത്തുള്ള ആൾക്ക് കൊടുത്തില്ലേ, ഇപ്പുറത്തുള്ള ആൾക്ക് കൊടുത്തില്ലേ, അവന് കൊടുത്തില്ലേ, ഇവന് കൊടുത്തില്ലേ, എന്തേ എന്നെ അള്ളാഹു കാണാത്തത്, എന്തേ അള്ളാഹു എന്നെ കേൾക്കാത്തത് എന്ന് ചോദിക്കുന്ന നമ്മൾ സഹോദരങ്ങളെ, സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കൂ. കാലങ്ങളോളം ഒരു സൃഷ്ടിയുടെ അടുത്തും പോയിട്ടില്ല, ഒരു മഖ്ബറയിലും പോയി നേർച്ച നേർന്നിട്ടില്ല, അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത ഒരു പണിയും എടുത്തിട്ടില്ല, ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ടും അദ്ദേഹം പറഞ്ഞു നോക്കൂ നിങ്ങൾ, ഞാൻ ദൗർഭാഗ്യവാനായി പോയിട്ടില്ല. അതാണ് ഈമാൻ. ദൗർഭാഗ്യവാനായി പോവുകയില്ല അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ. എന്നാൽ സൃഷ്ടികളോട് ചോദിച്ചാലോ? സൃഷ്ടികൾ തന്നെ എല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരല്ലേ? അങ്ങനെയുള്ളവരോട് നമ്മൾ ചോദിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? നമുക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ റബ്ബിനോടാണ്, ആകാശഭൂമികളുടെ റബ്ബിനോടാണ്. മലിക്കുൽ ജബ്ബാറായ, സർവാധികാരിയായ, എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്ന ആകാശഭൂമികളുടെ റബ്ബിനോടാണ് പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, നമുക്ക് ചോദിക്കാനുള്ളത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹവും കുട്ടിയെ കിട്ടാൻ ഒരുപാട് കാലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിക്കാൻ മലക്കുകൾ വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് നിരാശരാവരുത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്. ആരാണ് നിരാശരാവുക? വഴികേടിലായി പോയ ആളുകളല്ലാതെ. വഴികേടിലായി പോയ ആളുകൾ മാത്രമേ നിരാശരാവുകയുള്ളൂ. എനിക്ക് നിരാശയില്ല എന്നാണ് അദ്ദേഹം അവരോട് മറുപടി പറഞ്ഞത്. നബിമാർ, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം രോഗം കൊണ്ട് പ്രയാസപ്പെട്ടു. ഒരുപാട് കാലം മാരക രോഗം കൊണ്ട് അദ്ദേഹം പ്രയാസപ്പെട്ടു, ബുദ്ധിമുട്ടി. അദ്ദേഹം അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകൾ മുഴുവനും നമ്മൾ എടുത്തു നോക്കും. അല്ലാഹുമ്മ റബ്ബി റബ്ബന. നബിമാരുടെ പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുർആനിൽ കാണാം. ഏത് ദുആ എടുത്തു നോക്കിയാലും അല്ലാഹുവേ, റബ്ബന, റബ്ബി എന്ന് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പ്രാർത്ഥിച്ചിട്ട് ഒരിക്കലും സഹോദരങ്ങളെ നമ്മൾ ദൗർഭാഗ്യവാനായി പോവുകയില്ല. അതുകൊണ്ട് പറഞ്ഞതിൻ്റെ ചുരുക്കം, പ്രാർത്ഥിച്ച് അള്ളാഹുവിനോട് നേടേണ്ട കാര്യമാണ് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹുവിനോട്, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ. പഠിച്ചു വെക്കേണ്ട പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ആതി നഫ്സി, എൻ്റെ മനസ്സിന് നീ നൽകണേ, തഖ്വാഹാ, അതിൻ്റെ തഖ്വ, വസക്കിഹ, അല്ലാഹുവേ, നീ അതിനെ ശുദ്ധീകരിക്കണേ, അൻത ഖൈറു മൻ സക്കാഹ, അല്ലാഹുവേ, നീയാണ് ഏറ്റവും നന്നായി അതിനെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളവൻ, അൻത വലിയുഹാ, അല്ലാഹുവേ, നീയാണ് അതിൻ്റെ വലിയ രക്ഷാധികാരി, വമൗലാഹ, നീയാണ് അതിൻ്റെ ഉടമസ്ഥൻ. മനോഹരമായ പ്രാർത്ഥനയാണെന്ന് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിനോട് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഏതാണ് അള്ളാഹുവിൻ്റെ റസൂൽ? ആരാണ് പ്രിയമുള്ളവരെ ഹൃദയത്തിൽ ഒരു കളങ്കം പോലുമില്ലാത്ത, ഒരു കറുത്ത കുത്തുപോലുമില്ലാത്ത, ഒരു പാപവും ചെയ്യാത്ത നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ചോദിക്കാറുണ്ടായിരുന്നു എന്നാണ്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വമൗലാഹ. ഹൃദയം കറുത്തിരുണ്ടുപോയ നമ്മൾ എത്ര തവണ അള്ളാഹുവിനോട് ചോദിക്കണം? ഈ പ്രാർത്ഥന നമ്മൾ പഠിച്ചു വെക്കുക. അള്ളാഹുവിനോട് ദുആ ചെയ്ത് ചോദിച്ചു വാങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേറെയും പ്രാർത്ഥനകൾ നമുക്ക് കാണാം. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, അള്ളാഹുവേ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. കാരണം ഹൃദയം അത് മാറിക്കൊണ്ടിരിക്കും. ഖൽബ് എന്ന് പറഞ്ഞാൽ തന്നെ മാറി മറിയുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഖൽബ് എന്ന് പറഞ്ഞാൽ
അതിങ്ങനെ മാറ്റം സംഭവിക്കും. അതുകൊണ്ടാണ് ഹൃദയത്തിന് ഖൽബ് എന്ന് പേര് വന്നത്. ഇപ്പം നമ്മൾ ചിന്തിക്കുന്നതായിരിക്കില്ല, കുറച്ച് നേരം ചിന്തിക്കുക. സെക്കൻഡുകൾ കൊണ്ട് അതിങ്ങനെ മാറി മാറി മറിയും. അതുകൊണ്ടാണ് ഹൃദയത്തിന് ഖൽബ് എന്ന് പേര് വരാനുള്ള കാരണം. അതുകൊണ്ട് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, അള്ളാഹുവേ എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ എന്നാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹുവിനോട് ദുആ ചെയ്ത് നമ്മൾ നേടേണ്ടതുണ്ട്. കാരണം സഹോദരങ്ങളെ, ബലില്ലാഹു യുസക്കി മൻ യശാ, എന്തുകൊണ്ടാണ്? അള്ളാഹുവാണ് അവൻ ഉദ്ദേശിച്ചവരെ ശുദ്ധീകരിക്കുന്നത്. അള്ളാഹുവാണ്, അവന്റെ ഫദ്ലാണ്, ഔദാര്യമാണ്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദൻ വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ. അള്ളാഹുവിന്റെ ഔദാര്യമോ കാരുണ്യമോ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരാളും ഒരിക്കലും അവരുടെ ഹൃദയത്തെ, അവരെ ശുദ്ധീകരിക്കാൻ അവർക്ക് സാധിക്കുകയില്ലായിരുന്നു. വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ. എന്നാൽ അള്ളാഹു അവർ ഉദ്ദേശിച്ചവരെ ശുദ്ധീകരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ കാരുണ്യവുമാണ് സഹോദരങ്ങളെ നമ്മുടെ മനസ്സ് ശുദ്ധിയാവുക എന്നുള്ളത്. അള്ളാഹു നമുക്ക് നൽകണം. നമ്മുടെ മേന്മ കൊണ്ടോ, നമ്മുടെ തറവാട് മഹിമ കൊണ്ടോ, നമ്മുടെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടോ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാത്തതാണിത്. അള്ളാഹു നൽകണം. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാനുള്ള രണ്ടാമത്തെ കാര്യം ദുആ, പ്രാർത്ഥന. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. തഹജ്ജുദിന്റെ വേളയിൽ ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സമയം, നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിൻ്റെ തൊട്ടു മുന്നേ, ബാങ്ക് കഴിഞ്ഞ് ദുആവും സ്വലാത്തും ചൊല്ലിയതിന് ശേഷം, ഈ സമയമൊക്കെ ദുആഇന് ഉത്തരം ലഭിക്കുന്ന സമയങ്ങളാണ്. ആ സമയങ്ങളിൽ പ്രത്യേകിച്ച് സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം അൽ ഖാഇദത്തു സാലിസ, മൂന്നാമത്തെ അടിസ്ഥാനം അൽ ഖുർആനുൽ കരീമു മൻബഉ തസ്കിയതി വമഈനുഹാ. പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിൻ്റെ കിതാബ് പരിശുദ്ധ ഖുർആനാണ് തസ്കിയത്തിൻ്റെ, മനസ്സിനെ ശുദ്ധീകരിക്കുന്ന വിഷയത്തിലുള്ള ഉത്ഭവ കേന്ദ്രം. അതാണ് അടിസ്ഥാന കേന്ദ്രം. അള്ളാഹു പറഞ്ഞില്ലേ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്കുമേൽ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. എന്താണ് അല്ലാഹു ചൊരിഞ്ഞ അനുഗ്രഹം? ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് അവരിലേക്ക് അല്ലാഹു ഒരു റസൂലിനെ നിയോഗിച്ചിരിക്കുന്നു. ആ റസൂൽ യത്ലൂ അലൈഹിം ആയാതിഹി, അല്ലാഹുവിൻ്റെ ആയത്തുകൾ അവർക്ക് പാരായണം ചെയ്തു കൊടുക്കുന്നു. വയുസക്കീഹിം, ആ ആയത്ത് പാരായണം ചെയ്തു കൊടുത്തുകൊണ്ട്, അള്ളാഹുവിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ ശുദ്ധീകരിച്ചെടുക്കുന്നു. നേരത്തെ പറഞ്ഞില്ലേ, ഏതാണ് ആ ഖൗം, ഏതാണ് ആ സമൂഹം? എല്ലാ തിന്മകളും നടമാടിയിരുന്ന ഒരു സമൂഹം, ഇരുണ്ട യുഗത്തിൽ ജീവിച്ച ഒരു സമൂഹത്തെ ലോകരുടെ നേതാക്കന്മാരാക്കി മാറ്റിയത് 23 വർഷത്തെ നീണ്ട 23 വർഷത്തെ പ്രബോധനം കൊണ്ട് അവർ ആരായി മാറി? ലോകത്തിൻ്റെ നേതാക്കന്മാരായി മാറി. അറബികൾ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ഒരു വിലയുമില്ലാത്തവരായിരുന്നു. അറബികളെ പൊതുവെ ആളുകൾ ശ്രദ്ധിക്കാറില്ലായിരുന്നു, പരിഗണിക്കാറില്ലായിരുന്നു. അത്രയും വിലയില്ലാത്ത ആളുകളായിരുന്നു അറബികൾ. ആ അറബികളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദുമായി, ഖുർആനുമായി, അവിടുത്തെ ചര്യയുമായി കടന്നു വന്നപ്പോൾ ലോകത്തിൻ്റെ നേതാക്കന്മാരായി വളർന്നത്, ഉയർന്നത്. പേർഷ്യയും റോമും കിസ്രയും കൈസറും അവരുടെ കാൽ ചുവട്ടിലായി. ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ അവർ ഈ ദീൻ എത്തിക്കുകയുണ്ടായി. വലിയ വലിയ രാജാക്കന്മാരുടെ
കൊട്ടാരങ്ങളിലേക്ക്, ദർബാറിലേക്ക് അന്തസ്സോടെ, പ്രതാപത്തോടെ അവർ കയറി ചെന്നു. എന്താണ് കാരണം? പരിശുദ്ധ ഖുർആൻ, തൗഹീദ്, ഒന്നാമതായി നമ്മൾ പറഞ്ഞ കാര്യം. അതാണ് അവരെ നന്നാക്കിയത്. ആരാണ്? നിങ്ങൾ നോക്കൂ, പിന്നീട് സഹാബികളുടെ ചരിത്രം നമ്മൾ കേട്ടില്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? അദ്ദേഹത്തിന്റെ മാറ്റം എന്തായിരുന്നു? ഉമർ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ പിശാച് ആ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കും റളിയല്ലാഹു അൻഹു. സഹാബികളിൽ പലരും മദ്യം കുടിച്ചു കൂത്താടിയിരുന്ന ആളുകൾ, പലിശയുടെ നേതാക്കന്മാർ, പിന്നീട് റബ്ബിന്റെ മുന്നിൽ പഞ്ചമുച്ച മടക്കി ഇരിക്കുന്ന, കരയുന്ന, കണ്ണുനീരൊലിപ്പിക്കുന്ന തഖ്വയുള്ള മുത്തഖീങ്ങളായ ഔലിയാക്കന്മാരായി അവർ പരിവർത്തിക്കപ്പെട്ടു. പരിശുദ്ധ ഖുർആനാണ്, അല്ലാഹുവിന്റെ കലാമാണ്. കടുത്തുപോയ ഹൃദയം, വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന ഔസും ഖസ്റജും പോലെയുള്ള വലിയ വലിയ ഗോത്രങ്ങൾ, പിന്നീട് അല്ലാഹു പറഞ്ഞില്ലേ, നിങ്ങൾ സഹോദരങ്ങളായി. ഇസ്ലാമിന്റെ സാഹോദര്യത്തിലേക്ക് അവരെത്തി. എളിമയും വിനയവും വിട്ടുവീഴ്ചയും സഹനവും അവർ പഠിച്ചെടുത്തു. അവരെ നന്നാക്കി. കടുത്തുപോയ മാലിന്യ കൂമ്പാരമായ ഹൃദയങ്ങൾ ഏറ്റവും നല്ല ഹൃദയങ്ങളായി മാറിയത് പരിശുദ്ധ ഖുർആനിന്റെ ആ വരവാണ്, അള്ളാഹുവിന്റെ ആയത്തുകളാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു കൊടുത്തു. വയുസക്കീഹിം, എന്നിട്ട് അവരെ ശുദ്ധീകരിച്ചു. അവർ ശുദ്ധിയായി. അവരുടെ ഹൃദയത്തിലുള്ള കളങ്കങ്ങൾ, മാലിന്യ കൂമ്പാരങ്ങൾ നീങ്ങി പരിശുദ്ധമായ ഹൃദയങ്ങൾ അവർക്ക് ലഭിച്ചു. അതുകൊണ്ട് അവർ ലോകരുടെ നേതാക്കന്മാരായി. എത്രത്തോളം സഹോദരങ്ങളെ, റളിയല്ലാഹു അൻഹും. എന്താണ് ആ വാക്ക്? റളിയല്ലാഹു അൻഹും. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ അല്ലാഹു പറഞ്ഞില്ലേ, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇനി എന്തെങ്കിലും വേണോ? ദുനിയാവിലും ആഖിറത്തിലും അതുപോലെ. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ഖിയാമത്ത് നാൾ വരെ അവരിലെ ഓരോരുത്തരുടെയും പേര് കേൾക്കുമ്പോൾ അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹു അവരെ തൃപ്തിപ്പെടട്ടെ എന്ന് ഓരോ മുസ്ലിമും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരാണ് നമ്മുടെ മാതൃക. അവരെയാണ് നമ്മൾ മാതൃക പുരുഷന്മാരായി പിന്തുടർന്നത്, പിൻപറ്റുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നവരാണ് സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് നമ്മുടെ മനസ്സ് നന്നാവണമോ, നാം ശുദ്ധീകരിക്കപ്പെടണമോ, മൂന്നാമതായി പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അത് പിന്തുടരുക, അത് പിൻപറ്റുക. അത് ഹഖ്ഖ തിലാവതിഹി എന്ന് അല്ലാഹു പറഞ്ഞില്ലേ, പാരായണം ചെയ്യേണ്ടതുപോലെ പാരായണം ചെയ്യണം. الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به. അല്ലാഹു ഏതൊരു കൂട്ടർക്കാണോ കിതാബ് നൽകിയത്, എന്നിട്ട് അവർ ഹഖ്ഖ തിലാവതിഹി പാരായണം ചെയ്യേണ്ടതുപോലെ പാരായണം ചെയ്തത്, അവരാണ് അതിൽ വിശ്വസിച്ച ആളുകൾ. എന്താണ് സഹോദരങ്ങളെ ഹഖ്ഖ തിലാവതിഹി എന്ന് പറഞ്ഞാൽ? തിലാവത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ പാരായണം ചെയ്യലാണ്, നമുക്കറിയാം. എന്താണ് അള്ളാഹു ഇവിടെ ഉദ്ദേശിച്ച ഹഖ്ഖ തിലാവതിഹി എന്ന് പറഞ്ഞാൽ? പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കലാണ് അവിടെ ഉദ്ദേശം. ഖുർആനിന്റെ പാരായണം അത് തെറ്റാതെ, അതിൻ്റെ അക്ഷരശുദ്ധിയോടെ നിയമങ്ങൾ പാലിച്ച് പാരായണം ചെയ്യണം. എന്നാൽ അല്ലാഹു തആല അങ്ങനെ പാരായണം ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഇത് അവതരിപ്പിച്ചത്, മറിച്ച് അത് ഇത്തിബാഅ് ചെയ്യാനാണ്. യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി എന്ന് പറഞ്ഞാൽ ഹഖ്ഖ ഇത്തിബാഇഹി തഫ്സീറുകളിൽ കാണാം. അതിനെ പിന്തുടരേണ്ട, പിൻപറ്റേണ്ട മുറപ്രകാരം ആര് പിൻപറ്റിയോ അവരാണ് അതിൽ വിശ്വസിച്ച ആളുകൾ, അവരാണ് അതിൽ വിശ്വസിച്ച ആളുകൾ. സഹാബത്ത് പറഞ്ഞില്ലേ, നമ്മിൽ സ്വഹാബികൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിൽ നിന്നും 10 ആയത്തുകൾ കേട്ട് കഴിഞ്ഞാൽ 11ാമത്തെ ആയത്ത് പഠിക്കുകയില്ല, ഈ 10ഉം അമലാക്കിയിട്ടല്ലാതെ. സുബ്ഹാനല്ലാഹ്, നമ്മൾ എത്ര ആയത്തുകൾ പഠിച്ചു, അൽഹംദുലില്ലാഹ്. ആയത്തുകൾ അമലാക്കിയോ സഹോദരങ്ങളെ? അത് പ്രാവർത്തികമാക്കിയോ? നാം ചിന്തിക്കേണ്ടതുണ്ട്. എങ്കിൽ നമ്മുടെ ഹൃദയം നന്നാവും. കേവല പാരായണത്തിന്, ഒരു അക്ഷരത്തിന്, ഒരു ഹർഫിന് 10 പ്രതിഫലം അള്ളാഹു നൽകുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ അനുഗ്രഹീത ഗ്രന്ഥമാണ്. പക്ഷേ മുൻഗാമികൾ പറഞ്ഞതുപോലെ ഖുർആൻ ഇന്നമാ നസലൽ ഖുർആനു ലിയുഅമല ബിഹി. മഹാനായ അൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്, അള്ളാഹു ഇറക്കിയത് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ ജനങ്ങൾ കേവലം അതിൻ്റെ പാരായണം അമലാക്കി മാറ്റി, പാരായണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അങ്ങനല്ല, അത് അമലാക്കണം. അപ്പോഴാണ് സഹോദരങ്ങളെ നമ്മുടെ മനസ്സ് നന്നാവുക. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ പിൻപറ്റിയ ആളുകൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഗ്യാരണ്ടി നൽകിയിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, ലമിനല്ലാഹു ലിമൻ ഇത്തബഅൽ ഖുർആൻ അല്ലാ യദില്ല ഫിദ് ദുനിയ വലാ യശ്ഖാ ഫിൽ ആഖിറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പിൻപറ്റുന്ന ആളുകൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, ദുനിയാവിൽ അവർ വഴിതെറ്റി പോവുകയില്ല. പരിശുദ്ധ ഖുർആൻ പിൻപറ്റിയ ഒരാൾ വഴിതെറ്റി പോവുകയില്ല ദുനിയാവിൽ. വലാ യശ്ഖാ ഫിൽ ആഖിറ, പരലോകത്ത് അയാൾ ഭാഗ്യം കെട്ടുപോവുകയുമില്ല. സുമ്മ തലാ, എന്നിട്ട് അദ്ദേഹം പാരായണം ചെയ്തു, ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യശ്ഖാ. ആരാണോ എൻ്റെ മാർഗം, സന്മാർഗം പിൻപറ്റുന്നത്, ഫലാ യദില്ലു വലാ യശ്ഖാ, അവൻ വഴിതെറ്റുകയോ ദൗർഭാഗ്യവാനായി പോവുകയോ ഇല്ല. അള്ളാഹുവിൻ്റെ കിതാബിലെ ആയത്ത് അദ്ദേഹം പാരായണം ചെയ്തു കൊടുത്തു എന്ന് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആൻ നമ്മുടെ മനസ്സിനെ നന്നാക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അൽ ഖുർആനു ഹുവ ശിഫാഉ താമ്മു മിൻ ജമീഇൽ അദ്വാഇൽ ഖൽബിയ്യതി വൽ ബദനിയ്യ വ അദ്വാഇ ദുനിയ വൽ ആഖിറ. പരിശുദ്ധ ഖുർആൻ എന്നത് ഹൃദയത്തിൻ്റെയും ശരീരത്തിൻ്റെയും ദുനിയാവിലെയും ആഖിറത്തിൻ്റെയും എല്ലാ രോഗങ്ങൾക്കുമുള്ള രോഗശമനമാണ്, മരുന്നാണ്. ഹൃദയത്തിന് അതിൽ മരുന്നുണ്ട്. അല്ലാഹു പറഞ്ഞില്ലേ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു ഇറക്കി, അതിൽ ശിഫാ ഉണ്ട്, രോഗശമനമുണ്ട്. ഹൃദയങ്ങൾക്ക് ഉണ്ടാകുന്ന രോഗത്തിന് അതിൽ ശമനമുണ്ട്, ശാരീരികമായുള്ള പ്രയാസത്തിനും മരുന്നുണ്ട് എന്നാണ്. പരിശുദ്ധ ഖുർആൻ അത്ഭുതകരമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ നാം ആഗ്രഹിക്കുന്നുവോ, പരിശുദ്ധ ഖുർആൻ പിൻപറ്റുക, ഹിഫ്ളാക്കാൻ ശ്രമിക്കുക, അതിൻ്റെ കൃത്യമായ പാരായണം നമ്മൾ പഠിക്കുക, എന്നിട്ട് അത് അമലാക്കുക, പ്രാവർത്തികമാക്കുക. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും പറയാൻ എളുപ്പമാണ്, പ്രസംഗിച്ചു പോകാൻ എളുപ്പമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ കിതാബിലെ ഒരു ആയത്ത് അത് നടപ്പിലാക്കുന്നതിലാണ് നമ്മുടെ വിജയം, അത് നടപ്പിലാക്കുന്നതിലാണ് നമ്മുടെ വിജയം. എങ്കിൽ നമ്മുടെ മനസ്സ് നന്നാവും, എങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധിയാകും. സഹോദരങ്ങളെ, ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു ദിവസവും ഉണ്ടാവാൻ പാടില്ല. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, നേരം പുലർന്ന് നമ്മൾ നേരെ മൊബൈൽ എടുക്കരുത്, വാട്സാപ്പ് എടുക്കരുത്, സോഷ്യൽ മീഡിയ എടുക്കരുത്. മറിച്ച് നമ്മൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. പ്രഭാതത്തിൽ ഒരു ദിവസം തുടങ്ങുന്ന സമയത്ത് തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നേറുക. എങ്കിൽ നമ്മുടെ സമയങ്ങൾക്ക് ബറക്കത്ത് ലഭിക്കും. സമയത്തിന് തീരെ ബറക്കത്തില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. ഖിയാമത്ത് നാളിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണത്. യതഖാറബു സമാൻ, സമയം വേഗത്തിൽ തീർന്നു പോകും. പെട്ടെന്ന് വേഗത്തിൽ സമയം തീർന്നു പോകും. ആ ബറക്കത്തില്ലാത്ത സമയത്ത് നമുക്ക് ബറക്കത്ത് ലഭിക്കാനുള്ള മരുന്നാണ്, ശിഫ ആണ് പരിശുദ്ധ ഖുർആൻ. എല്ലാ ദിവസവും
ഖുർആനിൽ നിന്നൊരു ഓഹരി നമുക്കുണ്ടാവണം എല്ലാ ദിവസവും. അങ്ങനെ ഇല്ലാത്തൊരു ദിവസം കഴിഞ്ഞു പോകരുത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ, നമ്മെ സഹായിക്കുമാറാവട്ടെ. അൽ ഖാഇദത്തുർ റാബിഅ, നാലാമത്തെ അടിസ്ഥാനം, നാലാമത്തെ കാര്യം, ഇത്തിഖാദുൽ ഉസ്വതി വൽ ഖുദ്വ, ഏറ്റവും നല്ല മാതൃക സ്വീകരിക്കുക. അഥവാ സഹോദരങ്ങളെ, അള്ളാഹു പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആരാണ് നിങ്ങൾ? ആരാണോ അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്നത്, അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് പ്രതീക്ഷിക്കുന്നത്, പരലോകം പ്രതീക്ഷിക്കുന്നത്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നത്, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതാണ് നമ്മുടെ സാക്ഷ്യം, ഷഹാദത്ത്. ഈ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഷഹാദത്ത് ശരിയാവാനുള്ള നിബന്ധനയിൽപ്പെട്ടതാണ്. അഥവാ നമുക്ക് ഏറ്റവും ഉത്തമ മാതൃകയായി അള്ളാഹു നിശ്ചയിച്ചത് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മുടെ ഇബാദത്തുകളെല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കി നമ്മൾ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ചെയ്യുക. നാലാമത് പറഞ്ഞ ഈ അടിസ്ഥാനം സുന്നത്ത് പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ആരെ പിൻപറ്റിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഹാദിഹിൽ ആയത്തുൽ കരീമതു അസ്ലുൻ കബീറുൻ ഫി തഅസ്സി ബിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഖ്വാലിഹി വഅഫ്ആലിഹി വഅഹ്വാലിഹി. ഈ മഹത്തായ ആയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാളുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും എല്ലാ അവസ്ഥകളിലും പിൻപറ്റുന്ന വിഷയത്തിലുള്ള വലിയ അടിസ്ഥാനമറിയിക്കുന്ന ആയത്താണ്. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു ഹർഫ് പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അവിടുന്ന് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനോട് നമുക്ക് സ്നേഹമുണ്ടോ എങ്കിൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായി നാം പിൻപറ്റിയിരിക്കണം. എന്നാലേ നമ്മുടെ മനസ്സ് ശുദ്ധിയാവുകയുള്ളൂ, എന്നാലേ നമ്മുടെ ഷഹാദത്ത് ശരിയാവുകയുള്ളൂ, എന്നാലേ നമ്മുടെ ജീവിതം നന്നാവുകയുള്ളൂ. ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് മഹാനായ താബിഇയാണ്. അദ്ദേഹം പറഞ്ഞു, ഖാല ഖൗമുൻ അലാ അഹ്ദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നാ നുഹിബ്ബു റബ്ബനാ. ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവകാശവാദം ഉന്നയിച്ചു, നമ്മൾ നമ്മുടെ റബ്ബിനെ സ്നേഹിക്കുന്നു, നമ്മുടെ റബ്ബിനോട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. ഫഅൻസലല്ലാഹു തആല ഹാദിഹിൽ ആയ, അല്ലാഹു തആല അപ്പോൾ ഈ ആയത്ത് ഇറക്കി. സൂറത്തു ആലി ഇംറാനിലെ ആയത്താണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്നാണോ പറയുന്നത്? എങ്കിൽ എന്നെ പിന്തുടരുക, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിനാണ് എന്ന അവകാശവാദം ഉന്നയിക്കുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഇല്ലാത്ത കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. നമ്മുടെ ഒരു ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കാൻ രണ്ട് നിബന്ധനകളുണ്ട്. ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞ തൗഹീദാണ്. അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അള്ളാഹു അല്ലാത്ത ഒരാളോടും പാടില്ല. ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയോ ജനങ്ങളുടെ പുകഴ്ത്തലും പ്രശംസയും ലഭിക്കാൻ വേണ്ടിയോ ആവരുത്.
രണ്ടാമത്തെ നിബന്ധന ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച് തന്നതുപോലെ ആയിരിക്കണം. അപ്പൊ എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ടോ? കാണിച്ചു തന്നിട്ടുണ്ട്. മുശ്രിക്കുകളിൽപ്പെട്ട ബൗദ്ധൈവ വിശ്വാസികളിൽപ്പെട്ട ചില ആളുകൾ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പരിഹാസ രൂപത്തിൽ ചോദിച്ചു, നിങ്ങളുടെ റസൂല് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടല്ലേ? അദ്ദേഹം പറഞ്ഞു, അതെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതുവരെ? ഹത്തൽ ഖിറാഅ, ടോയ്ലറ്റിൽ പോകുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങോട്ട് തിരിയണം, എങ്ങോട്ട് തിരിയരുത് എന്നുവരെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് സഹോദരങ്ങളെ പഠിപ്പിക്കാത്തത്? നഖം വെട്ടാൻ പഠിപ്പിച്ചു, മീശ വെട്ടിയൊതുക്കണം എന്നുവരെ പഠിപ്പിച്ചു. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലോ. ചെരുപ്പ് ധരിക്കുമ്പോൾ ഏത് കാല് ഉന്തിക്കണം, അഴിക്കുമ്പോൾ ഏത് കാല് ഉന്തിക്കണം, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ഏത് കാല് വെക്കണം, ഇറങ്ങുമ്പോൾ ഏത് കാല് വെക്കണം, എന്തു ചൊല്ലണം, എന്തു പറയണം, തിന്നുമ്പോൾ ഏത് കൈ എന്തു പറയണം, വീട്ടിൽ കയറുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഒരു മനുഷ്യൻ രാവിലെ പ്രഭാതത്തിൽ ഉണരുമ്പോൾ, രാത്രി ഉറങ്ങുമ്പോൾ, ഒരാൾ തൻ്റെ ഭാര്യയെ സമീപിക്കുമ്പോൾ, ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എങ്ങനെ, ഏത് രൂപത്തിൽ പാടില്ല എന്നുവരെ പഠിപ്പിച്ചു. ഇനി എന്താണ് സഹോദരങ്ങളെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാനുള്ളത്? ഒരു മുസ്ലിമിന് വേറെ ആരെയാണ് മാതൃകയാക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതം പച്ചയായി കാണിച്ചു തന്നിട്ടുണ്ട്, ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഉത്തമമായ മാതൃക നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. അതുകൊണ്ട് ആ റസൂലിനെ നമ്മൾ പിൻപറ്റിയാൽ മാത്രമേ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സ് ശുദ്ധിയാവുകയുമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഏത് അമലും സഹോദരങ്ങളെ, അത് നോമ്പാവട്ടെ, നിസ്കാരമാവട്ടെ, അതല്ലെങ്കിൽ ദിക്റുകളാവട്ടെ, എന്തുമാവട്ടെ, അതൊന്നും നമുക്ക് ശാശ്വതമായി സമാധാനമോ ആശ്വാസമോ നൽകുകയില്ല. സുന്നത്തിനെതിരായ ബിദ്അത്തുകൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊരിക്കലും അയാളുടെ ഹൃദയം നന്നാക്കി തരികയില്ല. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അതീവ ഗൗരവമാണ്. സുന്നത്തിന് വിപരീതമാണ്, സുന്നത്തിന്റെ വിപരീതമായ, അതിന് വിരുദ്ധമായ കാര്യമാണ് ബിദ്അത്ത് എന്നുള്ളത്. പുത്തനാചാരങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ, അത് ദീനായി പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിനെ കളങ്കപ്പെടുത്തലാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അംബിയാക്കൾ അതിബ്ബാഉൽ ഖുലൂബ്, പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഹൃദയങ്ങളുടെ വൈദ്യന്മാരാണ്. ഹൃദയങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ അവർ ചികിത്സിച്ച് നന്നാക്കി തരും. എല്ലാ രോഗങ്ങൾക്കും പ്രതിവിധി പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു പോയത്. അതുകൊണ്ടല്ലേ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ട് പോകുമ്പോൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ഒരു പക്ഷിയുടെ ചിറകിനുള്ളിൽ വല്ല ഇൽമും വല്ല വിജ്ഞാനവും ഒളിഞ്ഞിരിക്കുന്നുവെങ്കിൽ അതുവരെ അറിയിച്ചുകൊണ്ടാണ് അവിടുന്ന് പോയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പഠിപ്പിക്കാത്തതായി ഒന്നുമില്ല സഹോദരങ്ങളെ. ആ വിഷയം സുദീർഘമായ വിഷയമാണ്, അങ്ങോട്ടേക്ക് കടന്നാൽ ഒരുപാട് പറയാനുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു അമലും ഒരു കർമ്മവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സ് ശുദ്ധിയാവുകയുള്ളൂ. ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവൽ മീസാനുൽ അക്ബർ, തീർച്ചയായും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഏറ്റവും വലിയ അളവുകോൽ. ഫഅലൈഹി തുഅറദുൽ അശ്യാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അവിടുത്തെ അനുസരിച്ചുകൊണ്ടാണ്, അവിടുത്തെ
വിഷയങ്ങൾ, അവിടുത്തെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിന്മേലാണ്, അതിനെ പരിഗണിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പരിഗണിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പരിഗണിക്കുക. അലാ ഖുലുഖിഹി വസീറതിഹി വഹദിഹി, അവിടുത്തെ സ്വഭാവം, അവിടുത്തെ മറ്റു കാര്യങ്ങൾ, അവിടുത്തെ ചര്യ, അവിടുത്തെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൻ്റെ അടിസ്ഥാനങ്ങളിലാണ് കാര്യങ്ങൾ പരിഗണിക്കുക. ഫമാ വാഫഖഹാ ഫഹുവൽ ഹഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോട് യോജിച്ചാൽ അതാണ് ഹക്ക്, അതാണ് സത്യം. വമാ ഖാലഫഹാ ഫഹുവൽ ബാത്തിൽ, അവിടുത്തെ ചര്യക്ക് വിരുദ്ധമായ എതിരായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ബാത്തിലാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും, വിശ്വാസം, കർമ്മം, ആചാരം, അനുഷ്ഠാനം, നമ്മുടെ സ്വഭാവം, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ എല്ലാ കാര്യങ്ങളും, സംസാരം, വസ്ത്രധാരണം, എന്തൊക്കെയുണ്ടോ സഹോദരങ്ങളെ, അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ തട്ടിച്ചിട്ടാണ് പരിഗണിക്കപ്പെടുക. അതിനോട് യോജിച്ചാൽ മാത്രമേ അത് ഹക്കാവുകയുള്ളൂ, അതല്ലെങ്കിൽ ബിദ്അത്തായിരിക്കും. ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ, അല്ലാഹു ചോദിച്ചതുപോലെ. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക എന്നുള്ളത് നമ്മുടെ ഹൃദയം നന്നാക്കി തരും. അതുകൊണ്ട് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പൂർത്തീകരണമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് ശരിയാവണമെങ്കിൽ ആദ്യം പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും ശരിയായിരിക്കണം. ശിർക്കോ ബിദ്അത്തോ അതിനിടയിൽ കടന്നു വരാൻ പാടുള്ളതല്ല. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന് അല്ലാഹു സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞതിന്റെ തഫ്സീറിൽ നമുക്ക് കാണാം. മഹാന്മാർ, പണ്ഡിതന്മാർ വിശദീകരിച്ചു. അല്ലാഹു പറഞ്ഞു, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നറിയാനാണ്, പരിശോധിക്കാനാണ് അല്ലാഹു തആല ജീവിതവും മരണവും സൃഷ്ടിച്ചത്. എന്താണ് ഏറ്റവും നല്ല അമൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റിക്കൊണ്ടായിരിക്കണം. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുക. നമുക്ക് തോന്നിയതുപോലെ നിസ്കരിച്ചാൽ പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിച്ചോ അങ്ങനെ നമ്മൾ നിസ്കരിക്കണം. എന്നാലേ നമ്മുടെ നിസ്കാരം ശരിയാവുകയുള്ളൂ. ഹജ്ജിന്റെ കർമ്മങ്ങൾ അവിടുന്ന് സഹാബത്തിന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ലിതഖുദു അന്നി മനാസികക്കും, എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിച്ചെടുക്കുവാൻ വേണ്ടിയാണ് ഞാനിത് കാണിച്ചു നൽകുന്നത്. എല്ലാ കാര്യങ്ങളും സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ചായിരിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽ ഖാഇദത്തുൽ ഖാമിസ, അഞ്ചാമത്തെ ഖാഇദ, അടിസ്ഥാനം, അത്തസ്കിയതു തഖ്ലിയത്തുൻ വതഹ്ലിയത്തുൻ. നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ സാധിക്കുക രണ്ട് കാര്യങ്ങളിലൂടെയാണ്. തഖ്ലിയത്തുൻ വ തഹ്ലിയത്തുൻ. തഖ്ലിയത്തുൻ എന്ന് പറഞ്ഞാൽ ഒന്നാമതായി നമ്മൾ ഖാലിയാക്കണം. എന്താ ഖാലിയാക്കുക എന്ന് പറഞ്ഞാൽ? ഒഴിവാക്കണം. മനസ്സിനെ കളങ്കപ്പെടുത്തുന്ന തിന്മകൾ, പാപങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ നിന്നും നാം ഉപേക്ഷിക്കണം. ആദ്യം നമ്മുടെ മനസ്സ് കാലിയാക്കണം. ഈ പറഞ്ഞ സംഗതിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റണം. എന്നിട്ട് തഹ്ലിയത്തുൻ, അതിനുശേഷം നന്മകൾ അതിലേക്ക് നിറക്കണം. എന്നാലേ നമ്മുടെ മനസ്സ് ശുദ്ധിയാവുകയുള്ളൂ. പാപവും തിന്മയും തെറ്റുകളും അതിൽ മുഴുകി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആത്യന്തികമായി ശുദ്ധിയാവുകയില്ല. ആദ്യം എന്തു വേണം? നീക്കണം, മാറ്റണം. മാറ്റത്തിന് നാം ഒരുങ്ങണം. തിന്മകൾ, പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതീഅതൻ നുകിതത് ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ. തീർച്ചയായും ഒരടിമ വല്ല തെറ്റും ചെയ്താൽ, ഒരു തെറ്റ് ചെയ്താൽ അവൻ്റെ ഹൃദയത്തിൽ കറുത്ത ഒരു പുള്ളി വീഴും.
സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ആ വാക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു തെറ്റ് നാം ചെയ്താൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുകയാണ്. فإذا هو نزع واستغفر وتاب سقل قلبه. ഒരാൾ അത് മാറ്റി അതിൽ നിന്ന് ഒഴിവായി നിന്നു, എന്നിട്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി പശ്ചാത്തപിച്ചു എങ്കിൽ അവന്റെ ഹൃദയം ശുദ്ധിയാകും, ആ കറുത്ത പുള്ളി നീങ്ങും. وإن عاد زيد فيها حتى تعلو قلبه. ഇനി ഒരാൾ പാപങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് തിന്മകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അവന്റെ ഹൃദയത്തിൽ കറുത്ത പുള്ളി വർദ്ധിക്കും. وهو الران الذي ذكر الله كلا بل ران على قلوبهم ما كانوا يكسبون. പാപക്കറകൾ കൂടിയാൽ, പാപങ്ങൾ കൊണ്ട് കറുത്ത പുള്ളികൾ ഹൃദയത്തിൽ നിറഞ്ഞാൽ അള്ളാഹു പറഞ്ഞതുപോലെ ബൽ റാന അലാ ഖുലൂബിഹിം, ഹൃദയത്തിന് മുദ്ര വെക്കപ്പെടും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. മാ കാനൂ യക്സിബൂൻ, അള്ളാഹു അനീതി കാണിച്ചതാണോ? അല്ല. മാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തു വെച്ചതിൻ്റെ അനന്തര ഫലമായിക്കൊണ്ട് ഹൃദയങ്ങൾ കറുത്ത പുള്ളി വീണ് 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 അവസാനം ഹൃദയത്തിന് മുദ്ര വെക്കപ്പെടും. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, പാപങ്ങൾ എന്നത് നമ്മുടെ ഹൃദയത്തെ കടുപ്പിച്ചു കളയും. ഹൃദയം കല്ല് പോലെയാകും. സുമ്മ ഖസത് ഖുലൂബുഹും എന്നല്ലാഹു യഹൂദികളെ കുറിച്ച് പറഞ്ഞില്ലേ? ഫഹിയ കൽ ഹിജാറതി, കല്ലുകൾ, പാറക്കല്ലുകൾ പോലെ അല്ല, അതിനേക്കാൾ കടുത്ത രൂപത്തിൽ. അതുകൊണ്ടല്ലേ യഹൂദികൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരായി നബിമാരെ കഴുത്തറുക്കുമ്പോൾ, കൊല്ലുമ്പോൾ അവരുടെ കൈകൾ വിറച്ചിട്ടില്ല. യഖ്തുലൂനൽ അംബിയാഅ ബിഗൈരിൽ ഹഖ്, അള്ളാഹു പറഞ്ഞില്ലേ? നബിമാരെ, ഒരൊറ്റ നബിനല്ല, ഒരുപാട് നബിമാരെ അവർ കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഇന്നും ചെറിയ പിഞ്ചു മക്കളെ പോലും കൊല ചെയ്യുമ്പോൾ യഹൂദിയുടെ കൈ വിറക്കാറില്ല. പാപങ്ങൾ കൊണ്ട് കൽബ് കടുത്തുപോയാൽ ഹൃദയം ഇതുപോലെയാണ്, കല്ല് പോലെ ആയിരിക്കും. പിന്നെ ഒരാളുടെ വിഷമങ്ങളോ പ്രയാസങ്ങളോ കരച്ചിലോ സങ്കടമോ തിരിച്ചറിയുകയില്ല. നമ്മൾ പരിശോധിക്കണം, നമ്മൾ നന്നാക്കണം. നമ്മുടെ ഹൃദയം കടുത്തുപോയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തിന്മകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നീക്കണം ആദ്യം. അതാണ് തഖ്ലിയത്തുൻ. ആദ്യം ഖാലിയാക്കണം, എന്നിട്ട് തഹ്ലിയത്തുൻ. തഹ്ലിയത്തുൻ എന്ന് പറഞ്ഞാൽ അതിനെ അലങ്കരിക്കണം, അതിന് അലങ്കാരം, ആഭരണം അണിയണം എന്നാണ്. ഒരു കൃഷി ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യും? നേരെ കൊണ്ടുപോയിട്ട് വിത്ത് വലിച്ചെറിയോ? ഇല്ല. ആദ്യം ആ ഭൂമി ഒന്ന് വൃത്തിയാക്കും. ആദ്യം ആ ഭൂമി നന്നായി, ആ സ്ഥലം നന്നായി ഉഴുതു മറിച്ച് വൃത്തിയാക്കിയ ഒരു സ്ഥലത്താണ് വിത്ത് പാകുക. എന്നിട്ട് അതിന് വെള്ളം നനച്ച് നല്ല രൂപത്തിൽ നോക്കിയാൽ അതിൻ്റെ ഫലം എന്താണോ നമ്മൾ നട്ടത് അത് നമുക്ക് കൊയ്തെടുക്കാം. അല്ലാതെ നമ്മൾ ഒരു സ്ഥലത്ത് നേരെ കൊണ്ടുപോയി കുറേ വിത്തിട്ടു, മുളക്കോ? മുളച്ചാൽ മുളച്ചു, ഇല്ലെങ്കിൽ മുളക്കൂല. അതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സ് അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യം മാറ്റണം, മാറ്റത്തിന് തയ്യാറാവണം, എന്നിട്ട് അതിന് ആഭരണം അണിയിക്കണം, അഥവാ പിന്നീട് സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടണം. അപ്പോൾ ഹൃദയം ശുദ്ധിയാകും. അല്ല, നേരത്തെ പറഞ്ഞ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ച അറബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ ഏറ്റവും വലിയ മ്ലേച്ഛതയായ ശിർക്കിനെ തൊട്ട് താക്കീത് ചെയ്തു. ആദ്യം തന്നെ അവരോട് നിസ്കരിക്കാനും നോമ്പെടുക്കാനും കള്ളുടി ഒഴിവാക്കാനും വ്യഭിചാരം ഒഴിവാക്കാനും പറഞ്ഞിട്ടില്ല. ആദ്യം തൗഹീദ് പറഞ്ഞു കൊടുത്തു. തൗഹീദ് പറഞ്ഞാൽ പൂമാലയിട്ട് നമ്മളെ ഒരാളും സ്വീകരിക്കുകയില്ല. നബിമാർക്കത് കിട്ടിയിട്ടില്ല, പിന്നെ നമുക്ക് കിട്ടും? ഇല്ല, നബിമാർക്കത് കിട്ടിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മുമ്പ് കഴിഞ്ഞു പോയ ഒരു പ്രവാചകനെ നേരെ 2 കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് മാംസം വലിച്ചെടുത്തിട്ടുണ്ട്. തൗഹീദ് പറഞ്ഞതിന്റെ പേരിലാണ്.
എപ്പോഴാണ് ഇത് പറയുന്നത് എന്നറിയുമോ സഹോദരങ്ങളെ? ഖബ്ബാബ് റളിയല്ലാഹു അൻഹു മുശ്രിക്കുകളുടെ പീഡനം സഹിക്കവയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിൽ വെച്ച് പരാതി പറയാണ്. അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങ് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? എന്തേ അള്ളാഹു സഹായിക്കാത്തത്? എന്തേ അള്ളാഹുവിൻ്റെ സഹായം ഇറങ്ങാത്തത്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഥ പറഞ്ഞത്. നേരെ 2 കഷ്ണാക്കിയിട്ടുണ്ട്, പക്ഷെ അവർ ദീനെന്ന് മാറിയിട്ടില്ല. ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഒരു കാലം വരും, സനആ മുതൽ ഹളറമൗത്ത് വരെ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് യാത്ര ചെയ്യാനുള്ള ഒരു കാലം വരാനുണ്ട്. അതാണ് പിന്നീടുണ്ടായത്. പിന്നീട് ആളുകൾ കൂട്ടം കൂട്ടമായി വന്നു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിൽ നിന്നുള്ള വിജയം, സഹായം അത് കടന്നു വന്നു. വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, നബിയെ താങ്കൾക്ക് കാണാം ജനങ്ങൾ ദീനിലേക്ക്, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ഒറ്റക്കൊറ്റക്ക് മെല്ലെ മെല്ലെ പേടിച്ചു വരുന്നതാണോ? അല്ല, കൂട്ടം കൂട്ടമായി വരും. ആദ്യകാലത്ത് എങ്ങനെയായിരുന്നു? പറയാൻ പേടിയ, പറഞ്ഞ അടിയാണ്. തൗഹീദ് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുക, ആദ്യം അങ്ങനെ ഉണ്ടാവും. പക്ഷേ പിന്നീട് സ്തുത്യർഹമായ പര്യവസാനം അള്ളാഹു നൽകും. അത് നോക്കൂ, നബിമാർ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്കത്തിൽ ആരാണുണ്ടായത്? ഖദീജ റളിയല്ലാഹു അൻഹ സ്വീകരിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചു. വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആളുകൾ മാത്രം. പിന്നീട് എന്തായി? അവിടുന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നീണ്ട 23 വർഷക്കാലം കൊണ്ട് ലോകത്ത് ആയിരക്കണക്കിന് സ്വഹാബികളെ ബാക്കിയാക്കി. എന്നിട്ടാണ് അവിടുന്ന് വഫാത്തായി പോയത്. തൗഹീദ് അങ്ങനെയാണ്. നബിമാർ അവർ അങ്ങനെയാണ്, അവരുടെ പാരമ്പര്യം അതാണ്. നോക്കൂ, അങ്ങനെയുള്ള ഒരു ഖൗമിന് തൗഹീദ് പറഞ്ഞു കൊടുത്തു. ശിർക്കെന്ന മ്ലേച്ഛതയിൽ നിന്ന് അവരെ ആദ്യം ശുദ്ധീകരിച്ചു. പിന്നീട് പടിപടിയായി നിസ്കാരം നിർബന്ധമാക്കി. മദ്യം പാടില്ല എന്ന് പറഞ്ഞു, പലിശ പാടില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഓരോന്നും അങ്ങനെ 23 വർഷങ്ങൾ കൊണ്ട് ഈ ദീൻ പൂർത്തീകരിക്കുമ്പോൾ സംശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമകളായി. തുടങ്ങിയത് എവിടുന്ന? ശൈഖ് പറഞ്ഞ ഒന്നാമത്തെ അടിത്തറയുന്നതാണ്. അതിൽ നമുക്ക് മാതൃകയുണ്ട്. ഞാനും നിങ്ങളും ആദ്യം നമ്മുടെ തൗഹീദ് നന്നാക്കണം. അതുപോലെ നേരത്തെ പറഞ്ഞ സുന്നത്ത്, ഇത്തിബാഉ റസൂൽ, അതുപോലെ അള്ളാഹു അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇക്കാര്യം നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ആദ്യം മാറ്റത്തിനൊരുങ്ങണം, പിന്നീട് അതിലേക്ക് നന്മകൾ പടിപടിയായി ചേർക്കുക, പടിപടിയായി പിന്നീട് സൽക്കർമ്മങ്ങളിൽ മുഴുകുക. അപ്പോൾ നമ്മുടെ ഹൃദയം ഏറ്റവും നല്ല ഹൃദയമായി മാറും. അൽ ഖാഇദത്തു സാദിസ, ആറാമത്തെ ഖാഇദ, ഇഗ്ലാഖുൽ മനാഫിദില്ലതി തുഖ്രിജു ബിൽ ഇൻസാനി അനി തസ്കിയതി വതുബ്ഇദുഹു അനിൽ ഫളീലതി വതൂഖിഉഹു ഫിർ റദീലതി. ഇഗ്ലാഖുൽ മനാഫിദ്, മനാഫിദ് എന്ന് പറഞ്ഞാൽ ജനൽ എന്നാണ് അർത്ഥം, വാതിലുകൾ. അത് കൊട്ടിയടക്കുക. എങ്ങനെയുള്ള വാതിലുകൾ? ഒരു മനുഷ്യനെ തസ്കിയത്തിൽ നിന്ന് അകറ്റുന്ന, അവൻ്റെ എല്ലാ ശ്രേഷ്ഠതകളും പവിത്രതകളും ഇല്ലാതാക്കുന്ന, എന്നിട്ട് നിന്ദ്യതയിലേക്ക്, പാപങ്ങളിലേക്ക്, തിന്മകളിലേക്ക്, അധപ്പതനത്തിലേക്ക് തള്ളിവിടുന്നതായ എല്ലാ വാതിലുകളും കൊട്ടിയടക്കുക എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, തിന്മകൾ ഒഴിവാക്കണം. അത് ഒഴിവാക്കാനുള്ള കാര്യമാണിത്. അതിലേക്കടുക്കുന്ന വാതിലുകൾ നമ്മൾ ആദ്യം പൂട്ടണം. അതിലേക്കടുക്കുന്ന വാതിലുകൾ ആദ്യം അടക്കണം. നമ്മുടെ കയ്യിൽ ഈ സാധനമുണ്ട്, നേരം വെളുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മേലേക്ക് 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 ഇങ്ങനെ പോവാണ്. എല്ലാ ഹറാമുകളും അതിലുണ്ട്. ഇത് ഒരു വാതിലാണ്. ഈ വാതിൽ നമ്മൾ അടച്ചാലല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, നന്നാവാൻ സാധിക്കുകയില്ല. ഒരു പാപം നമ്മുടെ മുന്നിലുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ വീടുകളിലുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എങ്കിൽ നമ്മുടെ മനസ്സെങ്ങനെ ശുദ്ധിയാവാനാണ്? എങ്ങനെ നമുക്കതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും? ആദ്യമായി വിശ്വാസം അത് നന്നാക്കി.
ശിർക്കിൽ നിന്ന് മുക്തമായാൽ പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ, തിന്മകൾ, ഹറാമായ കാര്യങ്ങൾ, പലിശ പോലെയുള്ള കാര്യങ്ങൾ എല്ലാം ലോണാണ്, എല്ലാം പലിശയാണ്. പിന്നെ നന്നാവോ? തിന്നാനും ഉടുക്കാനും കിടക്കാനും ഉപയോഗിക്കാനും എല്ലാറ്റിനും ലോണാണെങ്കിൽ, പലിശയാണെങ്കിൽ പിന്നെ സഹോദരങ്ങളെ നന്നാവോ? പിന്നെ നന്നാവില്ല. അത് വാതിലാണ്. സാമ്പത്തികമായ ഇടപാടുകൾ നന്നാക്കിയില്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ മോശമായി പോകും. ഇങ്ങനെ തിന്മകളിലേക്ക് നമ്മെ നയിക്കുന്ന ഏതൊക്കെ വാതിലുകളുണ്ടോ അതൊക്കെ നമ്മൾ കൊട്ടിയടക്കണം. അത് കേൾവിയായാലും നോട്ടമായാലും സംസാരമായാലും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന തിന്മകളുണ്ടോ ആ തിന്മകളിലേക്ക് അടുക്കുന്ന വാതിലുകൾ നമ്മൾ കുട്ടിയടക്കണം. നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, അത് കുട്ടികളല്ലേ, ന്യൂ ജനറേഷൻ അല്ലേ, ഒരു കളിച്ചോട്ടെ നേർത്ത് വിവാഹത്തിൻ്റെ ദിവസങ്ങളിൽ പാട്ടും കൂത്തും അനുവദിച്ചു കൊടുത്താൽ ഉത്തരവാദി ആരാണ്? ഈ മക്കൾ നശിച്ചാൽ ആര് ഉത്തരവാദിത്വം പറയണം? വിട്ടുകൊടുത്ത ആളുകൾ പറയണം. ആ വാതിലുകൾ നമ്മൾ കുട്ടിയടച്ചാൽ രക്ഷപ്പെടും. ഇങ്ങനെ ഏതും ഉദാഹരണം പറഞ്ഞാൽ നേരം പുലരുന്നേരം പറയേണ്ടി വരും. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ, എല്ലാ അർത്ഥത്തിലും, വ്യക്തിജീവിതങ്ങളിലും, എല്ലാ സ്ഥലങ്ങളിലും. സഹോദരങ്ങളെ, നമ്മൾ അതിലേക്ക് എത്തുന്ന വാതിലുകൾ കൊട്ടിയടക്കണം, എങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. മുഅ്മിനീങ്ങളോട് പറയുക അവരുടെ ദൃഷ്ടികൾ താഴ്ത്താൻ അള്ളാഹു പറഞ്ഞു. വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ ഗുഹ്യാവയവം, ലൈംഗികാവയവം സംരക്ഷിക്കാനും. ആദ്യം പറഞ്ഞ എന്താണ്? ദൃഷ്ടി താഴ്ത്താനാണ്. നോട്ടം ഒരു മനുഷ്യനെ തിന്മയിലേക്ക് എത്തിക്കും. നമ്മെ തിന്മയിലേക്ക് എത്തിക്കുന്ന കാര്യം എന്തൊക്കെയുണ്ടോ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ളതിൽ നിന്ന് രക്ഷപ്പെടും. അള്ളാഹു നോക്കൂ, നിങ്ങൾ ആദ്യം നോട്ടം പറഞ്ഞു. നോട്ടത്തിലൂടെ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുകയാണ്. പിന്നീട് ആ നോട്ടം അങ്ങനെ പോകും. ആദ്യം താഴ്ത്തിയാൽ പിന്നെ അങ്ങോട്ടേക്ക് പോകാനില്ല, പിന്നെ രക്ഷപ്പെട്ടു. ഇങ്ങനെ എല്ലാ കാര്യവും ഇങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ തിന്മകളിലേക്ക് നമ്മെ തള്ളിവിടുന്ന, നമ്മുടെ മനസ്സിനെ നശിപ്പിച്ചു കളയുന്ന, അതിനെ കളങ്കപ്പെടുത്തി കളയുന്ന എന്തൊക്കെയുണ്ടോ അതിൽ നിന്ന് അതിൻ്റെ എല്ലാം വാതിലുകൾ കൊട്ടിയടക്കുക. അൽ ഖാഇദത്തു സാബിഅ, ഏഴാമത്തെ അടിസ്ഥാനം, തദ്കിറത്തുൽ മൗതി വലിഖാഉല്ലാഹി അസ്സ വജല്ല. മരണത്തെക്കുറിച്ച് ഓർക്കുക, അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടതിനെ കുറിച്ച് ആലോചിക്കുക, ചിന്തിക്കുക. അള്ളാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നാളേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഏതാണ് ആ നാളെ? നാളത്തെ ഡേറ്റ് ആണോ? അല്ല. ആ നാളെ ഒരുപക്ഷെ ഇപ്പോളാവാം. നമ്മുടെ റൂഹ് നമ്മുടെ ശരീരവുമായി വേർപെട്ടാൽ നമ്മുടെ നാളെ ആരംഭിച്ചു. അതാണ് നമ്മുടെ നാളെ. ഇപ്പോൾ നമ്മൾ മരിച്ചാൽ നമ്മുടെ നാളെ ആരംഭിച്ചു. ആ നാളേക്ക് വേണ്ടി മരണാനന്തരം എന്താണ് നിങ്ങളുടെ കൈകളിലുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അള്ളാഹു ആരാണ് ഈ വിളിച്ചത്? യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളാണ് അള്ളാഹു വിളിച്ചത്. ഈമാനുള്ളവരോടാണ് അള്ളാഹു ഈ ഓർമ്മപ്പെടുത്തൽ നടത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാതി യാനി അൽ മൗത്ത്. എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ചിന്തിക്കുക. മരണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പേടിയോ? മരണവുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു പ്രയാസമായിരിക്കും. ആ മരണത്തെ പറഞ്ഞ് പേടിപ്പിക്കേണ്ടതുണ്ടോ? സഹോദരങ്ങളെ, ധാരാളമായി ചിന്തിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം മരണം അത് ഓർത്താൽ നമ്മൾ നന്നാവും. ഇപ്പോൾ മരിക്കേണ്ടതാണ്, അടുത്ത നിമിഷം മരിക്കേണ്ടതാണ് എന്ന ചിന്തയുണ്ടെങ്കിൽ നമുക്ക് നന്നാവാൻ സാധിക്കും. എത്ര ആളുകൾ ഒരുപാട് പ്രതീക്ഷയിലായിരുന്നു. ഭക്ഷണം എടുത്തു വെക്കാൻ പറഞ്ഞു, ഇതാ വരുന്നു എന്ന് പറഞ്ഞു, തിരിച്ചു വരുന്നത് മയ്യിത്തായിരിക്കും. അവനവൻ ധരിച്ച വസ്ത്രം, അതിൻ്റെ കുടുക്ക് അഴിക്കുക, മയ്യിത്ത് കുളിപ്പിക്കുന്ന ആളായിരിക്കും. എത്ര സംഭവങ്ങൾ! അതുകൊണ്ട് നാം അത് ചിന്തിച്ചാൽ
അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ട ഒരു മടങ്ങിപ്പോക്കിനെ കുറിച്ച് ആലോചിച്ചാൽ നമ്മുടെ മനസ്സ് നന്നാവും. അതുകൊണ്ടാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് താബിഈ അദ്ദേഹം പറഞ്ഞു, ലൗ ഫാറഖ ദിക്റുൽ മൗതി ഖൽബി ഖശീതു അൻ യഫ്സുദ അലയ്യ ഖൽബി. എൻ്റെ ഹൃദയത്തിൽ നിന്നും മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ വേർപെട്ടു പോയാൽ എൻ്റെ ഹൃദയം നശിച്ചു പോകുമോ, കേടുവന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. മരണചിന്തയില്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം നശിച്ചു പോകും, കേടുവരും. മരിക്കണമെന്ന ചിന്ത മനുഷ്യനെ നന്നാക്കും. മരണാനന്തരമുള്ള ജീവിതം അതോർത്താൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കേണ്ടതാണല്ലോ എന്ന ചിന്ത നമ്മെ നന്നാക്കും. ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആ തെറ്റിലായി മരിക്കുമോ എന്ന് പേടിച്ചാൽ അതിൽ നിന്ന് മാറിക്കാൻ സാധിക്കും. ഒരു ഹറാമിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൽ എത്തുന്നതിന് മുന്നേ മരിച്ചു പോകുമോ, അല്ലെങ്കിൽ അതിലായിക്കൊണ്ട് മരിച്ചു പോകുമോ എന്ന് ചിന്തിച്ചാൽ തിരിച്ച് ഓടി രക്ഷപ്പെടാൻ അത് നമ്മെ സഹായിക്കും. ഏത് തിന്മകളും അങ്ങനെയാണ്. തിന്മകളിലേക്ക് മനസ്സ് ചായ്വ് വരുമ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക. അതുകൊണ്ടാണ് ചില മുൻഗാമികൾ മഖ്ബറകളിൽ കൊണ്ടുപോയി ഉപദേശം കൊടുക്കും, മഖ്ബറ കാണിച്ചു കൊടുക്കും. എന്നിട്ട് ചോദിക്കും, ഈ കിടക്കുന്ന ആൾക്ക് പകരം നീയാണ് അതിൻ്റെ ഉള്ളിലെങ്കിൽ എന്താണ് നീ ചിന്തിക്കുക? ഈ ആളുകൾ പറയും, തിരിച്ചു വന്ന് ഒന്നുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്നായിരിക്കും. ഒരു സംശയം അതിലില്ല. അപ്പോൾ അവരോട് പറയപ്പെടും, എങ്കിൽ നിനക്കിപ്പോൾ അതിനുള്ള അവസരമുണ്ട്, നീ നന്നാവുക, നീ ചെയ്യുക. അവിടെ കിടന്നിട്ട് ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ജീവിച്ചിരിക്കുമ്പോൾ ചിന്തിക്കണം, ജീവിച്ചിരിക്കുമ്പോൾ ആലോചിക്കണം, ജീവിച്ചിരിക്കുമ്പോൾ ചിന്തിച്ച് നന്നായാൽ മാത്രമേ നമ്മുടെ ഹൃദയം നന്നാവുകയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിനോട്, സ്വന്തത്തോട് നമ്മൾ ചോദിക്കുക, ഞാൻ മരിച്ചാൽ ഞാൻ ഉപേക്ഷ വരുത്തിയ കർമ്മങ്ങൾ ആരെനിക്ക് വേണ്ടി ചെയ്തു തരും? ഞാൻ നിസ്കരിക്കാത്ത നിസ്കാരങ്ങൾ ആരെനിക്ക് വേണ്ടി നിസ്കരിക്കും? ഞാൻ വിട്ടുപോയ നോമ്പുകൾ ആരെനിക്ക് നോറ്റുകൂട്ടിത്തരും? ഞാൻ കൊടുക്കാനുള്ള ഇടപാടുകൾ, കടബാധ്യതകൾ, എടുത്ത പലിശകൾ, ഇതൊക്കെ ആര് വീട്ടിത്തരും? ആരിതൊക്കെ ഏറ്റെടുക്കും? ആരിതിൻ്റെ പാപഭാരം ഏറ്റെടുക്കും എന്ന് പ്രിയമുള്ളവരെ നമ്മൾ സ്വന്തത്തോട് ചോദിക്കുക. ചെയ്തു പോയ പാപങ്ങളെ തൊട്ട് ആര് തൗബ ചെയ്യും? അതിന് അവസരം കിട്ടാതെ മരിച്ചു പോയിരുന്നെങ്കിലോ എന്ന് സ്വന്തത്തോട് ചോദിച്ചു നോക്കുക. എങ്കിൽ നമ്മുടെ മനസ്സ് നന്നാവും. മരണചിന്ത വർദ്ധിപ്പിക്കുക. അൽ-ഖാഇദത്തു സാമിന, എട്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, തഖയ്യുറുൽ ജുലസാഇ വൻതിഖാഇർ റുഫഖാ, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക, നല്ല കൂട്ടുകെട്ടുണ്ടാക്കിയെടുക്കുക. അള്ളാഹു പറഞ്ഞില്ലേ, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശി യുരീദൂന വജ്ഹ. അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം, അള്ളാഹുവിൻ്റെ കൂലി അവനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും റബ്ബിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്യുന്ന, അവരോട് പ്രാർത്ഥിക്കുന്ന ആളുകളോടൊപ്പം നീ നിന്റെ നഫ്സിനെ, നിന്റെ മനസ്സിനെ പിടിച്ചിരുത്തുക. ക്ഷമയോടുകൂടി അവരോടൊപ്പം നീ നിൽക്കുക. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിന്റെ പളവളപ്പ്, ഐഹിക ലോകത്തെ, ഇവിടെയുള്ള ജീവിതത്തിന്റെ പിന്നാലെ നീ നിന്റെ കണ്ണുകളെ പായിക്കരുത്. വലാ തുതിഅ, നീ അനുസരിച്ചു പോകരുത്. മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ദിക്റിനെ തൊട്ട് ഹൃദയം അശ്രദ്ധയിലായി പോയ ഒരുവനെ, വത്തബഅ ഹവാഹു, എന്നിട്ട് ദേഹേച്ഛയെ പിൻപറ്റിയ അവനെ, വകാന അംറുഹു ഫുറുതാ, അവന്റെ കാര്യങ്ങൾ പരിധി വിട്ട അവസ്ഥയിലാണ്. അങ്ങനെയുള്ള ആളുകളെ നീ അനുസരിച്ചു പോകരുത്. അള്ളാഹു ഇവിടെ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ ആയി ജീവിക്കുന്നവരോടൊപ്പം നീ നിന്നെ പിടിച്ചിരുത്തുക, അല്ലാത്തവരോടൊപ്പം നീ ഇരിക്കരുത്. സഹോദരങ്ങളെ, അർറജുലു അലാ ദീനി ഖലീലിഹി, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും. അസ്സാഹിബു സാഹിബുൻ, ചില മുൻഗാമികൾ പറഞ്ഞു, കൂട്ടുകാരൻ വലിക്കുന്നവനാണ്, കൂട്ടുകാരൻ നമ്മളെ വലിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഫല്യൻദുർ അഹദുക്കും മയ്യുഖാലിൻ, നിങ്ങളിൽ ഓരോരുത്തരും ചിന്തിക്കുക, ആലോചിക്കുക, ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നത്. എല്ലാവരോടൊപ്പം പോയിരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന് പാടുള്ളതല്ല. ഒരു മുസ്ലിം കൂട്ടുകൂടേണ്ടത്
അള്ളാഹു പറഞ്ഞതുപോലെ ദീനിയായി മുൻപന്തിയിൽ നിൽക്കുന്നവരായിരിക്കണം. കൂട്ടുകാർ നല്ല കൂട്ടുകാരായിരിക്കണം. ദീനിനോ ദുനിയാവിനോ ഉപകാരമുള്ള കൂട്ടുകെട്ടായിരിക്കണം. അല്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ നശിച്ചു പോകും. അതുകൊണ്ട് നമ്മുടെ മനസ്സ് നന്നാവാൻ നമ്മുടെ കൂട്ടുകെട്ട് നമ്മൾ നന്നാക്കുക. അതല്ലെങ്കിൽ നമ്മുടെ മനസ്സ് കേടുവരും. കൂട്ടുകാരൻ തിന്മയിൽ മുഴുകുന്ന, അങ്ങനെയുള്ള ദീൻ ശ്രദ്ധിക്കാത്ത, മതപരമായി ശ്രദ്ധയില്ലാത്ത ആളാണെങ്കിൽ അവൻ ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് പരിശ്രമിക്കുക. അതുകൊണ്ട് ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. പോയി ഇരുന്ന് കമ്പിലടിച്ച് എല്ലാ റോഡിൻ്റെ വക്കിലും ക്ലബ്ബുകളിലും പോയിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. കൂട്ടുകെട്ട് നല്ല ആളുകളോടൊപ്പമായിരിക്കണം. അത് സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. സ്ത്രീകളായാലും ശ്രദ്ധിക്കണം. നല്ല സ്ത്രീകളോടൊപ്പം കൂട്ടുകൂടണം. അവരുമായി സഹവസിക്കണം. മക്കളോട് പഠിപ്പിച്ചു കൊടുക്കണം. മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നല്ല കൂട്ടുകെട്ട്, നല്ല ആളുകൾ, അവരോടൊപ്പം കൂട്ടുകൂടുക എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അൽ ഖാഇദത്തു താസിഅ, 9ാമത്തെ അടിസ്ഥാനം അൽ ഹദ്റു മിനൽ ഉജ്ബി വൽ ഇഗ്തിറാരി ബിൻ നഫ്സി. ഉജ്ബ് ഉണ്ടാവുക അഥവാ നന്മകൾ പ്രവർത്തിക്കുമ്പോൾ സ്വന്തത്തിൻ്റെ കാര്യത്തിൽ അത്ഭുതം കൂറരുത്. അവനവൻ്റെ പ്രവർത്തനം കണ്ട് വഞ്ചിതരായി പോകരുത്. ഫലാ തുസക്കു അൻഫുസഹും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ സ്വയം പുകഴ്ത്തരുത്, പരിശുദ്ധപ്പെടുത്തരുത്. ഹുവ അഅലമു ബിമൻ ഇത്തഖ, അല്ലാഹു ആണ് ഏറ്റവും നന്നായി അറിയുന്നത് ആരാണ് തഖ്വയുള്ള ആളുകൾ എന്ന്. എത്ര കണ്ട് നമ്മൾ പ്രവർത്തിച്ചാലും സഹോദരങ്ങളെ, ഞാൻ കുഴപ്പമില്ല, ഞാനൊക്കെ സ്വർഗത്തിൽ പോയിട്ട് വേറെ ആരെങ്കിലും പോകൂ എന്നൊരിക്കലും നമുക്ക് തോന്നരുത്. മുഅ്മിനീങ്ങളുടെ അടയാളത്തിൽപ്പെട്ടതാണ് അള്ളാഹു പറഞ്ഞു, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. അള്ളാഹു നൽകിയതിൽ നിന്ന് ചിലവഴിക്കുമ്പോൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ഹൃദയം പേടിച്ച് വിറക്കുന്ന അവസ്ഥയിലായിരിക്കും. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, തങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങിപ്പോവേണ്ടവരാണല്ലോ എന്ന ചിന്ത കൊണ്ട്. ഈ ആയത്തിനെ കുറിച്ച് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി. അഹുമുൽ ലദീന യശ്റബൂനൽ ഖംർ വയസ്രിഖൂൻ, നബിയെ, മദ്യപിക്കുന്നവരും മോഷ്ടിക്കുന്നവരുമാണോ അള്ളാഹു പറഞ്ഞ ഈ ആളുകൾ? നന്മ ചെയ്യും എന്നിട്ട് പേടിക്കും. അവിടുന്ന് പറഞ്ഞു, അല്ല, ലാ യാ ബിൻത സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖിന്റെ മകളെ, അങ്ങനെയല്ല. വലാകിന്നഹുമുൽ ലദീന യസൂമൂൻ വയുസല്ലൂൻ വയതസദ്ദഖൂൻ, അവർ നോമ്പെടുക്കുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്, സദഖ കൊടുക്കുന്നവരാണ്. വഹും യഖാഫൂന അല്ലാ തുഖ്ബല മിൻഹും, അതോടൊപ്പം അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്നവർ പേടിക്കുകയും ചെയ്യുന്നു. എത്ര കണ്ട് നന്മകൾ ചെയ്താലും സഹോദരങ്ങളെ, നമ്മൾ ഭയപ്പെടണം. ഒരു മുഅ്മിൻ നന്മകൾ ചെയ്യും, അതോടൊപ്പം പേടിക്കും. മുനാഫിഖ് തിന്മകൾ ചെയ്യും, അതോടൊപ്പം അവൻ നിർഭയനായിരിക്കും. ഞാനൊക്കെ എന്തായാലും സലാമത്താവും, ഞാനൊക്കെ സ്വർഗത്തിൽ പോകാതെ വേറെ ആരാ പോവുക എന്നായിരിക്കും ചിന്തിക്കുക. മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബി മുലൈക താബിഈയാണ്. അദ്ദേഹം പറഞ്ഞു, അദ്റക്തു അക്സറ മിൻ 30 സഹാബിയൻ, 30ലധികം സഹാബികളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സിഹി, അവരെല്ലാവരും തങ്ങളുടെ സ്വന്തത്തിന്റെ കാര്യത്തിൽ നിഫാഖ് ഭയന്നിരുന്നു. ആര്? സഹാബികൾ. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് ചോദിച്ചില്ലേ, ഹുദൈഫ, മുനാഫിഖുകളുടെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് പറഞ്ഞു തന്നിട്ടില്ലേ, അതിൽ ഞാനുണ്ടോ? ആരാണ് ചോദിച്ചത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? അദ്ദേഹം പറഞ്ഞു, താങ്കൾ അതിലില്ല, താങ്കളോടല്ലാതെ ഇനി ഒരാളോട് ഞാൻ മറുപടി അറിയില്ല എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടു എന്നാണ്. സഹാബികളിൽ 30ലധികം ആളുകളെ കണ്ട താബിഈ പറയുകയാണ്, അവരെല്ലാവരും മുനാഫിഖായി പോകുമോ എന്ന് പേടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴെങ്കിലും പേടിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്കും നിങ്ങൾക്കും. അള്ളാഹു എങ്ങാനും ഇത് സ്വീകരിക്കാതെ പോയാൽ? പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ചരിത്രം പറയുന്നു സൂറത്തുൽ ബഖറയിൽ. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മായിൽ, ഇസ്മായിൽ അലൈഹിസ്സലാമും അഥവാ ഉപ്പയും മകനും ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം
അള്ളാഹുവിൻ്റെ ഭവനം അതിൻ്റെ നിർമ്മാണം നടത്തുകയാണ്. നിർമ്മാണം കഴിഞ്ഞപ്പോൾ അവർ പ്രാർത്ഥിക്കുകയാണ്, റബ്ബന തഖബ്ബൽ മിന്നാ, അള്ളാഹുവേ ഞങ്ങളുടെ റബ്ബേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. തഫ്സീറുകളിൽ കാണാം, ഉഹൈബ് ഇബ്നുൽ വർദ് റഹിമഹുല്ലാ, മുൻഗാമികളിൽപ്പെട്ട ഒരു പണ്ഡിതനാണ്, ഈ ആയത്ത് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞു. അദ്ദേഹം കരയുകയാണ്. ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഖലീലുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ ഖലീലാണ് ഇബ്രാഹിം അലൈഹിസ്സലാം, യബ്നി ബൈത്തർ റഹ്മാൻ, റഹ്മാനായ റബ്ബിൻ്റെ ബൈത്താണ് നിർമ്മിക്കുന്നത്. എങ്ങനെ? സ്വന്തം ഇഷ്ടപ്രകാരമാണോ? അല്ല, അള്ളാഹുവിൻ്റെ വഹി പ്രകാരമാണ്. എവിടെ വെക്കണം, എങ്ങനെ വെക്കണം, എങ്ങനെ ആവണം, അള്ളാഹു പറഞ്ഞതുപോലെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ നീ സ്വീകരിക്കണേ. സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മളൊക്കെ ചെയ്ത് 100-ൽ 100 സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുക. നിസ്കരിച്ചു, ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു, അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എപ്പോഴെങ്കിലും ദുആ ചെയ്തോ, റബ്ബേ സ്വീകരിക്കണേ, സ്വീകരിക്കാതെ പോകുമോ എന്ന ഭയപ്പാട് നമ്മുടെ മനസ്സിലുണ്ടാവണം. എത്ര കണ്ട് മുൻപന്തിയിൽ നിന്നാലും നമ്മൾ ഒരിക്കലും റുജുബുണ്ടാവരുത്. ഞാൻ കുഴപ്പമില്ല എന്ന് ഒരിക്കലും നമുക്ക് തോന്നരുത്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, എപ്പോഴാണ് ഒരാൾ മോശക്കാരനാവുക? അവർ പറഞ്ഞു, ഒരാൾ താൻ കുഴപ്പമില്ല എന്ന് തോന്നിയാൽ അതോടുകൂടി അവൻ നശിച്ചു. എന്ന് നമ്മൾ ഞാൻ കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നിയോ അന്ന് നമ്മൾ നശിച്ചു. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. 10ാമത്തെ കാര്യം അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മഅരിഫത്തുൻ നഫ്സ്, സ്വന്തത്തെക്കുറിച്ച്, മനസ്സിനെ കുറിച്ച് നമ്മൾ തിരിച്ചറിയുക, പഠിക്കുക. 3 രൂപത്തിലുള്ള മനസ്സുകളുണ്ട്. അന്നഫ്സുൽ മുത്മഇന്ന, സമാധാനം അടഞ്ഞിട്ടുള്ള, സമാധാനം കിട്ടിയിട്ടുള്ള മനസ്സ്. അതാരാണ്? അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, ഈമാനുള്ളവർ, അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് സമാധാനം ലഭിച്ച ആളുകൾ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, മുത്മഇന്നായ സമാധാനമടഞ്ഞ ആത്മാവേ എന്ന് വിളിക്കപ്പെടുന്ന ആ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള നഫ്സ്. രണ്ടാമത്തത് അന്നഫ്സുൽ ലവ്വാമ. അന്നഫ്സുൽ ലവ്വാമ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ, കുറവുകൾ, ന്യൂനതകൾ ഉള്ള മനസ്സ്, ആളുകൾ. മൂന്നാമത്തത് അന്നഫ്സുൽ അമ്മാറതു ബിസ്സൂ, തിന്മകളിലേക്ക് ക്ഷണിക്കുന്ന നഫ്സ്, അഥവാ ഹറാമുകളിലേക്ക്, പാപങ്ങളിലേക്ക്, വൃത്തികേടുകളിലേക്ക്, നാശത്തിലേക്ക് ക്ഷണിക്കുന്ന മനസ്സ്. അങ്ങനെ 3 രൂപത്തിലാണ് ഖൽബുകൾ, മനസ്സുകൾ, ഹൃദയങ്ങൾ ഉള്ളത്. നമ്മൾ തിരിച്ചറിയണം, ഇതിൽ ഏതിലാണ് ഞാൻ ഉള്ളത്. മനസ്സ് തിന്മകളിലേക്ക് പിടിച്ചു വലിക്കുന്നോ, മനസ്സിലാക്കുക, അപകടത്തിലാണ്. വാജിബാത്തുകൾ, നിർബന്ധ കാര്യങ്ങളിൽ അബദ്ധം സംഭവിക്കുന്നുണ്ടോ, കുറവുകൾ, ന്യൂനതകൾ കാണുന്നുണ്ടോ, രണ്ടാമത് പറഞ്ഞതിലാണ്. ആദ്യത്തിലേക്ക് എത്താൻ ഞാനും നിങ്ങളും പരിശ്രമിക്കണം. ഈമാന് കൊണ്ട്, ദിക്റുകൾ കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട്. ആ നഫ്സാണ് മരണസമയത്ത് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ എന്ന് പറയപ്പെടുക. മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് യാ അയ്യതുഹൻ നഫ്സു തയ്യിബ, നല്ല വിശിഷ്ടമായ നഫ്സേ, ഉഖ്റുജി, പുറത്തേക്ക് വരൂ, ഇലാ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്കും അവൻ്റെ തൃപ്തിയിലേക്കും. അത് കേൾക്കാനുള്ള സൗഭാഗ്യം നമുക്ക് കിട്ടണം. ഈ മനസ്സുകളെക്കുറിച്ച് പഠിക്കണം. ഈ പ്രവർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക, തിരിച്ചറിയുക, ഞാൻ എവിടെയാണ് ഉള്ളത്, പുനഃപരിശോധന നടത്തിക്കൊണ്ടേയിരിക്കുക, ഞാനും നിങ്ങളും. സഹോദരങ്ങളെ, ഇതാണ് 10 അടിസ്ഥാനങ്ങൾ. വളരെ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. വിശാലമായൊരു വിഷയമാണിത്. ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞ 10 കാര്യങ്ങളും. നമ്മുടെ മനസ്സിനെ നന്നാക്കാൻ സാധിക്കുന്ന 10 കാര്യങ്ങളാണിത്. ഇതിൽ ആദ്യം പറഞ്ഞത് മറക്കാതിരിക്കുക, തൗഹീദ്. അതിനുശേഷമുള്ള ഓരോന്നും നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. എന്നിട്ട് നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ചുകൊണ്ട് അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം.
അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് റമളാനിലേക്ക് കടക്കുമ്പോൾ നല്ല ഹൃദയവുമായി കളങ്കമില്ലാത്ത മനസ്സുമായി റമളാനിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ഹൃദയങ്ങൾക്ക് ബാധിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ന്യൂനതകളും കുറവുകളും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹു തആല അഅല വഅഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.